നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ മാസം ചെലവായ തുക വച്ച് ഈ മാസം ജീവിക്കാൻ കഴിയില്ല എന്നതാണ് അവസ്ഥ. അവശ്യ സാധനങ്ങളുടെ വില ഒന്നൊന്നായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൂലിയും ശമ്പളവും കൂടുന്നതിൻ്റെ 5-10 ഇരട്ടി വെച്ചാണ് പൊതുവിപണിയിൽ വിലക്കയറ്റം. ഇന്ധനവില കൂടിക്കൊണ്ടേയിരിക്കുന്നു. വാണിജ്യ സിലിണ്ടർ വില ഇന്നും കൂട്ടി 46 രൂപ. 2026 ഫെബ്രുവരി 28 ഇറാൻ യുദ്ധം തുടങ്ങും മുമ്പ് വില 1710 രൂപയായിരുന്നെങ്കിൽ ഇന്നത് 3113 രൂപയാണ്. ഹോട്ടൽ ഭക്ഷണ വില ആഴ്ചയ്ക്കാഴ്ച കൂടിക്കൊണ്ടിരിക്കുന്നു. ഡീസൽ വില കൂട്ടിയതോടെ അവശ്യ സാധനങ്ങളുടെ വില സ്വാഭാവികമായും കൂടിക്കൊണ്ടിരിക്കുന്നു. ഡീസലിന് 5 രൂപ കൂട്ടിയാൽ വിപണിയിലെത്തുന്ന ഓരോ കിലോ സാധനത്തിനും 10-30 രൂപ വെച്ച് കൂട്ടും. 1 കിലോ മാത്രമായി ലോറിയിൽ കൊണ്ടുവരികയായിരുന്നോ എന്ന് നമുക്ക് ചിലപ്പോൾ സംശയം തോന്നാം. പക്ഷേ അതൊന്നും ചോദിക്കാൻ കഴിയില്ല. കാലങ്ങളായി തുടരുന്ന രീതി ഇതാണ്. ഇന്ധനവില കൂട്ടിയാൽ ഓട്ടോ ചാർജ് മുതൽ ബസ് ചാർജ് വരെ സ്വാഭാവികമായും കൂട്ടേണ്ടി വരും. ഏറ്റവും ഒടുവിൽ മിൽമ പാൽ വില ലിറ്ററിന് 4 രൂപയാണ് കൂട്ടിയത്. തൈരിന് 10 രൂപയും. ഇതിൽ ഭൂരിഭാഗം തുകയും ക്ഷീര കർഷകർക്കാണ് നൽകുന്നതെന്നാണ് അവകാശവാദം. അങ്ങനെയാണെങ്കിൽ അത് അവർക്കൊരു ആശ്വാസമാണ്. പക്ഷേ പാൽ വില കൂട്ടിയാൽ കാലിത്തീറ്റയുടെ വില തൊട്ടു പിന്നാലെ കൂട്ടും. ഫലത്തിൽ ക്ഷീര കർഷകർക്ക് കാര്യമായ പ്രയോജനമൊന്നും കിട്ടുകയുമില്ല. വിലക്കയറ്റത്തിൽ ശരിക്കും ദുരിതത്തിലാവുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ്. ഇവരുടെ ജീവിത ദുരിതത്തിന് ആര് പരിഹാരമുണ്ടാക്കും? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. മഞ്ചേരിയിൽ നിന്നും ശ്രീ മുഹമ്മദാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ എല്ലാത്തിൻ്റെയും വില ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ വില ഒഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെയും വില കൂടുന്നുണ്ട്. സാധാരണ മനുഷ്യർക്ക് ഇന്നലെയോ കഴിഞ്ഞ മാസമോ ജീവിച്ച തുക കൊണ്ട് ഈ മാസം ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരമുണ്ട് കിരൺ സാർ. നമസ്കാരമുണ്ട്. ഞാൻ കുറേ ദിവസം മുമ്പ് വിലക്കയറ്റത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പാലിന് യാതൊരു കാരണവശാലും കൂട്ടരുത് എന്ന് പറഞ്ഞു. അത് ഈ പറഞ്ഞതാ. കാരണം വെച്ചാൽ മനുഷ്യ നിത്യോപയോഗ സാധനത്തിൽപ്പെട്ട ഒന്ന് ഏറ്റവും പാലാണ്. അപ്പൊ അത് എല്ലാ നിരക്കും 4 റുപ്യ ഇന്ന് തൊട്ട് കൂടിയാൻ പാടും. പിന്നെ എല്ലാം കൂട്ടിക്കൊണ്ട് നിന്നിട്ട് എങ്ങനെയും മത്സരം ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ് മുകളിൽ നിന്നുള്ള ഓർഡർ. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ പെട്രോൾ ഡീസൽ മുതലായ വേറുള്ളതൊക്കെ അവിടുന്ന് വരണല്ലോ. അത് അവരും കൂട്ടി, ഇവരും കഴിയാവുന്ന കൂട്ടുക. അപ്പോൾ ഇത് സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത ഒരു പരിസ്ഥിതിയാക്കുന്നത്. കാരണം ഒരു ചായയും കടിയും കുടിച്ചാൽ ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ചായക്ക് 15 വരെ വാങ്ങുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ 12, ചില സ്ഥലങ്ങളിൽ 13. അങ്ങനെ പലയിടത്തും പല വില ആയിട്ട് അവർ വാങ്ങുന്നുണ്ട്. നമ്മൾ കൊടുക്കാൻ തയ്യാറുമാണ്. കുടിച്ചു കഴിഞ്ഞാലുള്ള വില പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടിട്ട് ഈ പാവപ്പെട്ട ജനങ്ങളെ രക്ഷിക്കണം. മുഹമ്മദ്, ഇതിനകത്ത് ഈ പാലിന്റെ വിലയുടെ കാര്യത്തിൽ മറ്റൊന്ന് പറയുന്നത്, ഈ ക്ഷീര കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ പശുവിനെയൊക്കെ വളർത്തി ജീവിക്കുന്നവർക്ക് വലിയ പാടാണ്. അവർക്ക് ഈ തുക കിട്ടുകയാണെങ്കിൽ, ഞാൻ പറയുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, അങ്ങനെ കിട്ടുകയാണെങ്കിൽ അതൊരു വലിയ ആശ്വാസമാണ്. ബാക്കിയുള്ളവർക്ക് ഇതിനെ വളർത്താത്തവർക്ക് ഇച്ചിരി പണം ചിലവായാലും. പക്ഷേ ഇത് അവർക്ക് കൂടി കിട്ടില്ല. അവർക്ക് കിട്ടുന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ ഈ കാലിത്തീറ്റയുടെ ഒക്കെ വില പിറ്റേന്ന് തന്നെ കൂട്ടും. ഇതാണ് ഈ കുറെ കാലമായി കണ്ടുവരുന്നത്. ക്ഷീര കർഷകർ പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ അത് സാറ് പറഞ്ഞ ഏറ്റവും കൂടുതൽ ശരിയാണ്. കാരണം എന്താ വെച്ചാൽ അവർക്ക് കിട്ടാതെയാണ് ഇത് കൂട്ടുന്നത്. കാൽത്തീറ്റക്ക് കൂടിയാണ്. കാൽത്തീറ്റ മുളഞ്ഞു വരുന്നത് അവിടെ ഉണ്ടാക്കണമെന്നല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അപ്പൊ അതുകൊണ്ട് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. ഉണ്ണികൃഷ്ണനാണ്, തൈക്കാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ വില ഇങ്ങനെ ഓരോ സാധനത്തിൻ്റെ ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോടുകൂടിയാണ് ഈ വിലക്കയറ്റം എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് വരാൻ തുടങ്ങിയത്. അത് പശ്ചിമേഷ്യൻ യുദ്ധമടക്കം അതിന് കാരണമായിട്ടുണ്ട്, അത് സംശയമൊന്നുമില്ല. പക്ഷേ സാധാരണക്കാരായ മനുഷ്യർക്ക് താങ്ങാൻ കഴിയുന്നതാണോ ഇത്? ക്ഷമിക്കണം ശ്രീ പോത്തങ്കോട് നിന്ന് ശ്രീ ഉണ്ണികൃഷ്ണനാണ്. ഉണ്ണികൃഷ്ണൻ ക്ഷമിക്കണം, ഞാൻ അറിയാതെ തൈക്കാടെന്ന് അതിനകത്ത് എഴുതിയത് തെറ്റി വായിച്ചാൽ. കുഴപ്പമില്ല, നമുക്ക് പോത്തങ്കോട് നിന്ന് നമുക്ക് തിരുത്തി വായിച്ച്. അല്ലേ, ഞാനിപ്പോ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരു പരാതി പറയാനാണ് ഞാൻ അർജന്റായിട്ട് വിളിച്ചത്. എന്ത് പറ്റി? നിങ്ങളുടെ സമയം ശരിയല്ല. നമ്മുടെ സമയം ശരിയല്ലേ? ഇല്ല. അതെന്താണ്? നിങ്ങളുടെ പിന്നെ ചാനലിൽ മാത്രമാണ്, ഇന്ത്യയിൽ വാർത്താ ചാനലിൽ സമയം എഴുതി കാണിക്കാത്ത ഒരേ ഒരു ചാനല് നിങ്ങളെ ചാനലാണ്. ഞാൻ ഏറ്റവും കൂടുതൽ വാർത്ത പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ വാർത്ത കാണുന്ന ചാനലും ഞാൻ ന്യൂസ് 18 ചാനലാണ്.
എന്നിട്ട് എനിക്കൊന്ന് സമയം അറിയണമെങ്കിൽ ഞാൻ വേറൊരു ചാനലും അടിച്ചു നോക്കണം. പെട്ടെന്ന് ഇപ്പൊ നമ്മളെ അടുത്ത് മൊബൈൽ കാണൂല, ചിലപ്പോ പിന്നെ നമ്മളെ ഇപ്പൊ ആളുകൾ കയ്യിൽ മൊബൈൽ വെച്ചല്ലേ നടക്കുന്നത്. വാർത്തയൊക്കെ കണ്ടിരിക്കുമ്പോ പിന്നെ മൊബൈലൊക്കെ വേറെ സ്ഥലത്ത് ഇരിക്കണമെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. പെട്ടെന്ന് ഒരാള് ഞാൻ എന്തായാലും PCR ചോദിക്കട്ടെ, അവർക്ക് ഇപ്പൊ ഈ സമയം എഴുതി കാണിക്കാൻ പറ്റുമെന്ന്. പറ്റുമെങ്കിൽ എന്തുകൊണ്ട് പറ്റുന്നില്ല? ഒരു സൈഡിൽ പിന്നെ ഇത്രയും നേരത്തെ ചെയ്തിരുന്നു ശ്രീ ഉണ്ണികൃഷ്ണൻ, ചില കാരണത്താൽ പിന്നീട് അത് ഒഴിവാക്കിയതാണ്. ഇപ്പോൾ ആളുകൾ അങ്ങനെ സമയം നോക്കാൻ വേണ്ടി TV ആശ്രയിക്കുന്ന ഒരു രീതി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഒഴിവാക്കിയതാണ്. എന്തായാലും കഴിയുമെങ്കിൽ അത് പരിഗണിക്കാം. കഴിയുന്ന കാര്യം തന്നെയാണ്, അത് ചെയ്യണം. അത് കാര്യം അത്യാവശ്യമാണത്, അത്യാവശ്യമാണ് കാര്യം. നമുക്ക് കുട്ടികളുടെ അടുത്തൊക്കെ പെട്ടെന്ന് മണി ഇത്രയാന്ന് പറയുകയാണെങ്കിൽ ഓടി ഒന്ന് നമ്മള് പ്രധാനപ്പെട്ട ചെറിയ പ്രശ്നം ശ്രീ ഉണ്ണികൃഷ്ണൻ, ഈ നമ്മുടെ പല പരിപാടികളും ഈ യൂട്യൂബിലും വെബിലും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത്. നമ്മുടെ ചാനൽ തന്നെ കഴിഞ്ഞ മാസത്തിലൊക്കെ ടോട്ടൽ മലയാള ചാനലുകളിൽ യൂട്യൂബിലെ ആകെ വ്യൂവേഴ്സിന്റെ എണ്ണത്തിൽ 2ാം സ്ഥാനത്ത് ഉണ്ട ചാനലാണ്. നമുക്ക് പ്രധാനമായും ഏറ്റവും കൂടുതൽ ആളുകളൊക്കെ കാണുന്നത് യൂട്യൂബിലൊക്കെയാണ്. അപ്പൊ യൂട്യൂബിലൊക്കെ കാണുന്നവർ ഈ ഇപ്പൊ 4 മണി നമ്മുടെ പൊതുവേദി എല്ലാവരും കാണുന്നത് 4 മണിക്ക് തന്നെയല്ല. ചിലർ 5 മണിക്ക് കാണും, ചിലർ 6 മണിക്ക് കാണും, ചിലർ രാത്രിയിലൊക്കെ വീട്ടിൽ വന്നിട്ടായിരിക്കും പൊതുവേദിയൊക്കെ കാണുന്നത്. അങ്ങനെയൊക്കെ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ആ ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ സമയം ഒഴിവാക്കിയത്. താങ്കൾ പറഞ്ഞ ആവശ്യം എന്തായാലും നമുക്ക് ഏതെങ്കിലും തരത്തിൽ പരിഗണിക്കാൻ പറ്റുമോ നോക്കാം. ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് എന്നെ പിന്നെ ഒതുക്കാന്ന് വിചാരിക്കേണ്ട, സമയം ഇട്ടേ പറ്റുള്ളൂ, നിർബന്ധമാണ്. ശരി, എന്തെങ്കിലും പറഞ്ഞ് ഒതുക്കാൻ നോക്കണ്ട. പിന്നെ ഞാൻ നമ്മളെ സുഹൃത്തിനെ എന്റെ വീടിന്റെ പാലാച്ചി വിളിച്ചിട്ടുണ്ട്. താങ്കളും വരണം. എവിടെ പുതുതായിട്ട് പോത്തങ്കോട് വീട് വെച്ചോ? ആ വീടിന്റെ പുറത്തല്ലേ, പഴയ വീടിന്റെ പുറത്തല്ലേ നേരത്തെ ഒരു മരമൊക്കെ വീണത്? അതെ, അതൊക്കെ ഓർമ്മയുണ്ടല്ലേ? പിന്നെ അതൊക്കെ മറക്കാൻ പറ്റും. അത് ഞങ്ങള് അതൊക്കെ പിന്നെ ഇടിച്ച് കളഞ്ഞിട്ട് ഞങ്ങള് അടുത്തായിട്ട് ഞങ്ങള് വേറെ വീട് വെച്ച് 10ാം തീയതി പാലുകാച്ചയാണ്. അപ്പൊ നമ്മളെ എന്റെ സുഹൃത്ത് വരും, മനു. ഉറപ്പായിട്ട് ഞാൻ 7ാം തീയതി ഞാൻ ലൊക്കേഷൻ അയച്ചു കൊടുക്കും. ശരി ശരി, ഓനുവിന് അയച്ചു കൊടുത്തിരുന്നാ മതി. താങ്കളും വരണം. ശരി, ഓക്കെ, വരാം. നിങ്ങൾ രണ്ടുപേരും വരണം, വലിയ ദൂരമല്ലല്ലോ. വരാം, ഞാൻ വണ്ടി പറഞ്ഞു വിട്ടുതരാം. വരണം, നിങ്ങൾ നമ്മൾ വന്നോളാം. നിങ്ങൾ രണ്ടുപേരും വരണം. നമ്മളെ കോൾ അറ്റൻഡ് ചെയ്യണം. എന്തായാലും അന്നൊരു മരം വീണതുകൊണ്ട് പുതിയ വീട്, അതോ അതിന് മുമ്പ് തന്നെ വീട് വെക്കാൻ തുടങ്ങിയതായിരുന്നു? അതൊരു നിമിത്തമാണ്, എല്ലാരും പറയുന്നത് അതൊരു നിമിത്തമാണ്. നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് ദയവായിട്ട് അല്ലെങ്കിൽ പിന്നെ എന്റെ തന്നെ ലാഭം എന്റെ വണ്ടേ തന്നെ വീഴൂ. വേറൊരുത്തിന്റെ ആയിരുന്നെങ്കിൽ അവന്റെ നല്ല നഷ്ടമായിരുന്നു. ഇതിപ്പോ അത് പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നമ്മൾ തമ്മിൽ പിന്നെ മീറ്റ് ചെയ്യില്ല. ശരി, ഓക്കെ, എത്താം. എന്തായാലും നമുക്ക് ശ്രീ ഉണ്ണികൃഷ്ണൻ, നമുക്ക് താങ്കളുടെ വീടിന്റെ പാലുകാച്ചിൽ എത്താം. നമുക്ക് 10ാം തീയതിയാണ്. നിങ്ങൾ ഒരു 10 മണിക്ക് ശേഷം വന്നാൽ മതി. ശരി, ഓക്കെ. ശ്രീ സുബേറാണ് തൃശ്ശൂരിൽ നിന്നാണ്. ശരി ശ്രീ ഉണ്ണികൃഷ്ണൻ, ശ്രീ സുബേറാണ് തൃശ്ശൂരിൽ നിന്നാണ്. ശ്രീ സുബേർ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ അടിക്കടി എല്ലാ സാധനങ്ങളുടെയും വില കൂടിക്കൊണ്ടേയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ആളുകളുടെ ശമ്പളത്തിലോ കൂലിയിലോ ഉണ്ടാകുന്നതിന്റെ എത്രയോ ഇരട്ടി വീതമാണ് ഇത്തരം വർധനം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. അതായത് പെട്രോളിന് വെച്ചാലോചിക്കുന്ന ഒരു ദിവസം ഒരൊറ്റ വണ്ടി ഉപയോഗിക്കുക, അതാണ്ട് ബസ്സിന് ട്രാവൽ ചെയ്യുക, പൊതു ഗതാഗതം ഉപയോഗിക്കുക ഒറ്റ ദിവസം. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഒറ്റ ദിവസം പെട്രോൾ ഉപയോഗിക്കുക, സ്വന്തം വണ്ടി ഉപയോഗിക്കാണ്ട് ഡീസൽ മറ്റേ പൊതുവാഹനം ഉപയോഗിച്ചിട്ട് നടന്നു നോക്കിയ പല വീട്ടില് ഒരു മാസം ഗ്യാസ് മേടിക്കണ്ടെന്നൊക്കെ. അല്ല, അടുപ്പില്ലേ? അടുപ്പ് ഗ്യാസിന്റെ ആയിട്ടാണ് നമ്മളും നിങ്ങളൊക്കെ ജീവിച്ചത്. ശ്രീ സുബേർ, അതൊക്കെ എല്ലാവർക്കും കഴിയും. ഇപ്പൊ നഗരത്തിൽ താമസിക്കുന്ന ഒരാളിന് അടുപ്പ്, അവർക്ക് ആകെ ഗ്യാസ് അടുപ്പല്ലാതെ വേറെ ഒന്നും കാണില്ല. അപ്പോൾ അവർക്ക് വേറെ വിറകടുപ്പൊന്നും കാണില്ല. കറണ്ടിന്റെ ബില്ല് വരും, പടച്ചോട്ടെ. ഇൻഡക്ഷൻ കുക്കർ മേടിച്ച് ഉപയോഗിച്ചോട്ടെ, ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിച്ചാൽ അതും ശരി, അത് ശരിയാണ്. കറണ്ട് ഊഹിക്കാൻ കഴിയുന്നതിലും വലുതാണ്, അത് ഇതിലും വലുതാണ്. ഒന്നാമത്തെ സൊല്യൂഷൻ പെട്രോൾ ഉപയോഗിച്ചിട്ടുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാതെ ഒരു ദിവസം ഉപയോഗിക്കാണ്ട് വെച്ച് നോക്ക്. പെട്രോൾ പമ്പിൽ വണ്ടി കയറാണ്ട് നോക്ക്, പൊതുഗതാഗതം മാത്രം കയറട്ടെ. അപ്പൊ അത് സംഭവിക്കുക. ശ്രീ സുബേർ, ഈ കുറയ്ക്കണം എന്നൊക്കെ ഉള്ളത് നടക്കുന്നതാണ്. പക്ഷെ നമുക്ക് എപ്പോഴും കുറയ്ക്കാന്ന് വെച്ചാൽ എല്ലാവരും കുറയ്ക്കില്ല, എല്ലാവരും ഇങ്ങനെ കുറയ്ക്കുന്നത് അല്ല. അത് കുറയ്ക്കാന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു BJP. അന്ന് കാളവണ്ടി കെട്ടിവരിച്ച് ഗ്യാസിന് ഇത്ര കിട്ടും, നിങ്ങളുടെ അക്കൗണ്ടിലൊക്കെ താങ്കളുടെ അക്കൗണ്ടിലൊക്കെ 5 ലക്ഷം 15 ലക്ഷം ഇടുന്നൊക്കെ പറഞ്ഞ് ഗ്യാസ് ഇത്ര രൂപയ്ക്ക് കൊടുക്കും, പെട്രോൾ ഇത്ര. എന്തുണ്ടായി? എത്ര വർഷമായി ഇപ്പൊ? ആ കേട്ട ഉറപ്പാണോ? അത് ശരിയാണോ? അത് ആ ഗവൺമെന്റിന്റെ ഇപ്പൊ കൂട്ടിക്കൊണ്ടിരിക്കുന്നേ. ആ ഗവൺമെന്റിനാണ് ഇപ്പൊ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ഇല്ല, കള്ളപ്പണം തിരിച്ചു കൊണ്ടുവന്നതിന് 15 ലക്ഷം 10 ലക്ഷം എല്ലാം അതൊക്കെ പഴയ കാര്യം, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ്. അതിനെ പഴയ അത് പറഞ്ഞു ചെയ്തിട്ടില്ലല്ലോ. പിന്നെ അന്ന് തന്നെ പറഞ്ഞു കാളവണ്ടി കെട്ടിവെച്ചിട്ട് പറഞ്ഞ് ഗ്യാസിന്. ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ വില ഓരോന്നിനായി കയറിക്കൊണ്ടിരിക്കുകയാണ്.
ചായക്ക് കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന വില ആയിരിക്കില്ല ഇനിയിപ്പോൾ നാളെ മുതൽ. അത് പാലിന് വീണ്ടും 4 രൂപ കൂട്ടുന്നു. ഗ്യാസിൻ്റെ വില, വാണിജ്യ സിലിണ്ടറിൻ്റെ വില ഇങ്ങനെ കൂടിക്കൂടി ഇപ്പോൾ 3000-ന് മുകളിൽ എത്തിക്കഴിഞ്ഞു. കിരൺ സാർ, നമ്മൾ ചായക്ക് 12 രൂപയും കടിക്ക് 12 രൂപയും ആയ വിവരം ഒരിക്കൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതേസമയം എന്താ വെച്ചാൽ ഇപ്പോൾ വീണ്ടും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വില കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് ജനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടിലേക്ക് പോകും സാർ. ആകെ പ്രതീക്ഷ ഉണ്ടായിരുന്നത് എന്താ വെച്ചാൽ ഒരു സൗജന്യ യാത്ര കിട്ടുമല്ലോ എന്ന്. പക്ഷെ അതും 2006 ബസ്സുകളാണ് സാർ നിരത്തിൽ നിന്ന് മാറ്റണമെന്നും പറഞ്ഞുകൊണ്ട് ഓർഡർ വന്നേക്കണേ. ആ ബസ്സുകളാണ് ആശ്രയിച്ചിരുന്നത് KSRTC-യിൽ സൗജന്യ യാത്ര കൊടുക്കാൻ വേണ്ടിയിട്ട്. അതും ഒരു വല്ലാത്ത ഒരു ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ്. ഏതായാലും ജനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു. നമ്മളെന്ന് വെച്ചാൽ ജീവിത ചെലവ് എന്താണെന്ന് വെച്ചാൽ അധിക ചെലവുകൾ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കണമെന്ന് മാത്രമേ ഈ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ പീതാംബരനാണ്, പള്ളുരുത്തിയിൽ നിന്നാണ്. ശ്രീ പീതാംബരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇന്നും കൂടി വാണിജ്യ സിലിണ്ടറിന് 46 രൂപ. പെട്രോൾ ഡീസൽ വില കൂടിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലാണെങ്കിൽ പാലിൻ്റെ വിലയും കൂടുന്നു. ഈ ചായയൊക്കെ കുടിക്കാത്ത കേരളത്തിലെ മഹാഭൂരിപക്ഷ മലയാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് ഈ ചായ കുടിക്കുക എന്നുള്ളൊരു ശീലം തന്നെയുണ്ട്. ഇതൊക്കെ കുറയ്ക്കേണ്ടി വരുമോ? കുറയ്ക്കേണ്ടി വരുമെന്ന് വെച്ചാൽ നമ്മൾ സാധാരണക്കാരൻ്റെ, അതായത് സാധാരണക്കാരൻ്റെ തലയെല്ലാം അവരുടെ കഷ്ടത്തിരിക്കുകയല്ലേ. RSSും BJPയുടെ കയ്യിൽ കഷ്ടത്ത് നമ്മൾ തലയിരിക്കുകയാണ്. ഞാൻ അനങ്ങാൻ പറ്റില്ല. അതിന് താളം പിടിച്ചു കൊടുക്കുന്ന ഇവിടെ മേനോന്മാരെ പോലെയുള്ള മുഖ്യമന്ത്രിമാരും ഒരു പ്രതികരണം വല്ലതുകൊണ്ടോ? ഇവിടെ ഇടതുപക്ഷത്തിന്റെ തകർച്ചയാണ്. അതിന് ഇവരെല്ലാവരും കൂടിയാ പണിയെടുത്തത്. അവരുടെ മനസ്സിലായ ഈ ആദ്യത്തെ സ്വഭാവമുള്ള ചില വർഗീയ ശക്തികളെല്ലാവരും കൂടി RSS വേല വന്ന് ഇതെല്ലാം പിടിച്ചെടുത്ത് ആർക്കും പ്രതികരണ ശേഷിയില്ല. പ്രതികരിക്കുന്നവരൊക്കെ തല്ലിയല്ലേ, ആക്ഷേപിക്കല്ലേ. എന്തുകൊണ്ട് സംഭവിച്ചു? താലക്കാർ അനുഭവിക്കണം സാറേ. ഇത് അനുഭവിച്ചാലേ പറ്റുള്ളൂ. ശ്രീ പീതാംബരൻ, താങ്കൾ പറയുന്ന മൊത്തം കേട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ കേരളത്തിൽ ഈ വിലയെല്ലാം കൂടെ കൂടിയത് ഇപ്പോൾ ഇവിടെ ഒരു UDF സർക്കാർ അങ്ങോട്ട് വന്നതുകൊണ്ട് പിറ്റേന്ന് വില കൂടിയതൊന്നും അല്ല ഇതൊന്നും. അതെല്ലാം ഓരോന്നിന്റെയും വില നിശ്ചയിക്കുന്ന ആരാണെന്നും എല്ലാം അറിയാമല്ലോ. അല്ലാതെ ഇടതുപക്ഷ സർക്കാർ പോയതുകൊണ്ടും UDF ഇങ്ങോട്ട് വന്നതുകൊണ്ടും ഒന്നും അല്ല വില കൂടിയതും കുറഞ്ഞതൊന്നും. അത് അവിടെ നിൽക്കട്ടെ. ഈ സർക്കാരിനെ വിലയിരുത്തേണ്ട സമയമായില്ല. വിലയിരുത്തേണ്ട സമയമാകുമ്പോൾ നമുക്ക് വിശദമായി തന്നെ വിലയിരുത്താം. ഒന്ന് പ്രതികരിക്കണ്ടേ? പ്രതികരിക്കേണ്ടതല്ലേ? എന്തിന് പ്രതികരിക്കേണ്ടതാണെന്ന്? എന്തിന് പ്രതികരിക്കേണ്ടതാണെന്ന്? വിലക്കയറ്റത്തിനെതിരെ പ്രതികരിക്കണം. മേലം മുണ്ടിട്ടില്ല ഇതുവരെ. അതൊക്കെ പറഞ്ഞോളും. അതിപ്പോൾ അതിന്റെ പേരിൽ ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ പോയി UDF വന്നതാണ് ഏറ്റവും കുഴപ്പത്തിന് കാരണമെന്ന് പറയാറൊന്നും ആയിട്ടില്ല. അതിനൊക്കെയുള്ള സമയമാകുമ്പോൾ അവർ ചെയ്തില്ലെങ്കിൽ നമുക്ക് അപ്പോൾ വിമർശിക്കാം. അല്ല, ഞാൻ കേന്ദ്രം നമ്മുടെ രാജ്യം ഒട്ടുക്കാൻ പറയുന്നത് ഇടതുപക്ഷത്തിന്റെ മൂല്യച്യുതിയാണെന്നത്. ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷം ഉള്ള കാലത്തൊക്കെ ഇതെല്ലാം തടഞ്ഞു നിർത്തുമായിരുന്നു. ഇല്ലല്ലോ. ഇല്ല, ഇത്രയൊന്നും കൂടില്ല. ഇത് വെറുതെ ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് അവിടെ യുദ്ധത്തിന്റെ കാര്യം പറഞ്ഞ് ഇവിടെ ടാക്സ് കൂട്ടിയില്ലേ? ശരി, വില കൂടുന്നുണ്ട്. അതിനിപ്പോൾ ഏതെങ്കിലും ഒരു സർക്കാർ കേരളത്തിൽ മാറിയതുമായിട്ടാണ് ഇതുമായിട്ടുള്ള വിലക്കയറ്റം എന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായമൊന്നുമില്ല. താങ്കൾക്ക് അങ്ങനെ അഭിപ്രായം പറയാം. ശ്രീ മനോജനാണ് പയ്യോളിയിൽ നിന്ന്. ശ്രീ മനോജൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഹലോ സാറേ, നമസ്കാരം. പിന്നെ എനിക്കിപ്പം പറയാനുള്ള വെച്ചാല് ഈ സർക്കാർ വന്നതിന് ശേഷം, ഈ സർക്കാർ എന്നല്ല കേന്ദ്രത്തില് പിന്നെ ഈ മോദി സർക്കാർ വന്നതിന് ശേഷം എത്ര പ്രാവശ്യം ഇപ്പം 454 രൂപയുള്ള സമയത്താണ് ഗ്യാസ് ജനങ്ങൾക്ക് കൊടുത്തത്, സബ്സിഡിയോട് കൂടിയിട്ട്. അതിനുശേഷം ഇപ്പൊ 1000 രൂപേനടുക്കായി. വളരെ പാവപ്പെട്ട ആൾക്കാർ അത്രയും കഷ്ടപ്പാട് അനുഭവിക്കുന്ന സമയം ഇപ്പോ. ഒരു കൃത്യമായ തൊഴിലില്ല, പിന്നെ മാത്രമല്ല പൈസക്ക് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ടൈമിന്. മാസം തോറും ഈ ഇപ്പം ഡെയിലി പെട്രോള്, ഡീസല്, പിന്നെ ഗ്യാസ് ഇങ്ങനെ പൈസ ഇങ്ങനെ കൂട്ടി കോർപ്പറേഷൻകാരെ പിന്നെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഭരിച്ച് ജനങ്ങളെ പിയ്യ. അതാണ് ഈ കോർപ്പറേറ്റുകൾ കമ്പനി നന്നാകുന്നുണ്ട്, സാധാരണക്കാരൻ അന്നന്ന് അടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ അതിന്റെ ഇടയ്ക്ക് വെച്ചാൽ അതുപോലെ തന്നെ ഇപ്പൊ ഈ പുതിയ സർക്കാർ വന്നിട്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. ഇപ്പൊ സാറ് പറയുന്നത് കേട്ട് പ്രേക്ഷകനോട് പറഞ്ഞിട്ട് ഈ സർക്കാരിന് ഒന്നും ചെയ്യാൻ ആയിട്ടില്ല എന്നുള്ളത്. ഇപ്പൊ ഈ സർക്കാർ വന്ന ശേഷം എന്താണെന്ന് വെച്ചാല് പിന്നെ നമുക്ക് വടകര ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പിന്നെ ഇന്നലെ മെഞ്ഞാന്ന് എന്റെ അമ്മേനെയും കൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറ്റി. ഞങ്ങൾക്കുണ്ടായ അനുഭവം നമുക്കറിയാം. ഒരു ഡോക്ടറും കൃത്യമായ ഡോക്ടറില്ല, പിന്നെ OP ടിക്കറ്റ് കിട്ടുന്നില്ല. 100 OP ടിക്കറ്റ്. കുഴപ്പമാണോ ശ്രീ മനോജൻ? സർക്കാരിന്റെ കുഴപ്പം കൊണ്ട് തന്നെയല്ല, ഡോക്ടർമാര് വന്ന രോഗിനെ ചികിത്സിക്കുന്നില്ല. ഡോക്ടർമാരൊക്കെ സർക്കാർ മാറിയതുകൊണ്ട് ചികിത്സ നിർത്തിയോ?
അതെ ഇപ്പോൾ കൃത്യമായിട്ട് കഴിഞ്ഞ വർഷം കൃത്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം കൃത്യമായിട്ട് പിന്നെ OP ടിക്കറ്റ് കിട്ടിയിരുന്നു. മനോജൻ, ഞാൻ ചോദിച്ചത് ഒരു സർക്കാർ മാറിയതുകൊണ്ട് കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ ഡോക്ടർമാരൊക്കെ ചികിത്സ എടുത്തു. സർക്കാരിന്റെ പോരായ്മ കൊണ്ടല്ലേ അവിടെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ഒരു സർക്കാരിനെ കൊണ്ടുവന്നേ. അവർ ചെയ്തോളൂ. അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ചൂണ്ടിക്കാണിച്ചാൽ തീർച്ചയായും ചെയ്യും. എന്നിട്ട് എന്റെ അമ്മേനെ ഇപ്പൊ ഞങ്ങൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇപ്പം വടകര പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് കൊണ്ട് കാണിച്ചിരിക്കുന്നത്. OP ടിക്കറ്റ് കൊടുക്കുന്നില്ല. OP ടിക്കറ്റ് 100 OP ടിക്കറ്റ് 100 OP ടിക്കറ്റ് കൊടുക്കാത്തുണ്ടെങ്കിൽ ഉറപ്പായും മനോജൻ അത് പരാതി കൊടുക്കണം. OP ടിക്കറ്റ് എടുത്തിട്ട് ചെന്നിട്ട് അവര് പറയുന്നത് ഒരു ഡോക്ടർ ഉള്ളൂ എന്ന് പറയുന്നത് 4000 രൂപ ഞങ്ങളെ കയ്യിൽ നിന്ന് പോയി, സാധാരണക്കാരായ നമ്മളെ കയ്യിൽ നിന്ന്. അപ്പൊ അത് ഗവൺമെന്റ് ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് സൗജന്യ ചികിത്സ കിട്ടുന്നതായിരുന്നു. അവര് ഈ മനോജൻ എന്തായാലും അത് അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കണം. അല്ലാതെ ഇപ്പൊ ഒരു സർക്കാർ മാറിയത് കൊണ്ട് പിറ്റേ ദിവസം ഒരു ആശുപത്രി ഒരു ദിവസം കൊണ്ട് ഒരു മാസം കൊണ്ട് തകർന്നു പോകും എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. രാഷ്ട്രീയ ലക്ഷ്യം താങ്കളുടെ പറച്ചിൽ ഉണ്ട് എന്നത് കൂടി കണക്കാക്കേണ്ടി വരും. അല്ലാതെ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായി താങ്കൾ പരാതി കൊടുക്കണം. പരാതി കൊടുത്ത് മുന്നോട്ട് നീങ്ങണം. അങ്ങനെ തന്നെ നീങ്ങണം. അത് ശരിയല്ലല്ലോ ആരെങ്കിലും ഒരാൾ മാറിയ ഒരു മാസം കൊണ്ട് ചെയ്യുന്നത്. നിരന്തരം ഒരു സർക്കാർ ഭരിച്ചതിന് ശേഷം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് സർക്കാരിന്റെ തലയിൽ വെക്കുകയും വേണം. അതെ, ഇവിടെ ഇപ്പം ചില ഞാൻ പറഞ്ഞില്ല സാറേ, ഞാൻ പറഞ്ഞില്ല ഇപ്പൊ പിന്നെ ഇല്ലീഗൽ മെട്രോളജി വകുപ്പുണ്ട്. അനധികൃതമായിട്ട് പൈസ കൂട്ടുമ്പോ ശ്രദ്ധിക്കണ്ടേ? അപ്പൊ ഇപ്പൊ സർക്കാർ ഏറ്റെടുത്തില്ലേ? അപ്പൊ അവരെന്ത് ചെയ്യണം? ഇത്രയും വിലക്കയറ്റം ഉണ്ടാകുന്ന സമയത്ത് മറ്റുള്ള കടകളിലും അവിടെ എല്ലായിടത്തിനും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. അപ്പൊ കിട്ടുമല്ലോ. ഇത് ഒരു ചായക്ക് 15 രൂപ, പിന്നെ കടിക്ക് 15 രൂപ. ഇതാണ് അവസ്ഥ. സാധാരണക്കാരൻ ഒരു കടയിൽ പോയി ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലായിടും 12 ഇനി 15 അറിയില്ല. ചില വലിയ കട സാധാരണ ഞങ്ങളെവിടെയും 14 പയ്യോളി ടൗണിൽ പോയി കഴിഞ്ഞാൽ 15. ശരി, ഓക്കെ. എന്തായാലും ശ്രീ പയ്യോളിയിൽ നിന്നും ശ്രീ നാരായണനാണ് ശ്രീകണ്ഠാപുരത്ത് നിന്നും. ശ്രീ നാരായണൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിലക്കയറ്റം ഇങ്ങനെ പോയാൽ സാധാരണ മനുഷ്യരുടെ ജീവിതമല്ലേ വഴിമുട്ടുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. പറഞ്ഞോളൂ. കേൾക്കാലോ? കേൾക്കാം, പറഞ്ഞോളൂ. അതായത് പണ്ടൊരാൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ജനങ്ങളുടെ മനോഭാവം എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ഭരണാധികാരികൾ എന്ന്. അതുപോലെ ഓരോ ജനതയ്ക്കും അർഹിക്കുന്ന ഭരണാധികാരികളെ കിട്ടുമെന്നാണ് കുത്തിക്കൊടുത്തു, നല്ലോണം കുത്തിക്കൊടുത്തു. എത്ര നല്ല സർക്കാരിനെയാണ് കുത്തിക്കൊന്നത്. ഇപ്പൊ നേരത്തെ ആ സുഹൃത്ത് പറഞ്ഞ കേട്ടോ, ആശുപത്രിയിൽ ഇല്ല. അന്നേരം നിങ്ങൾ ചോദിച്ചെന്താ? ഇപ്പൊ പെട്ടെന്ന് മാറുമെന്നാ. മനോഭാവം മാറും. മനോഭാവം ഭരണകക്ഷിപ്പെട്ട ആൾക്കാരായിരിക്കും അവരെല്ലാം. ഇനി വന്നിട്ടിലേക്ക് എന്താ? ശ്രീ നാരായണൻ, ഞാൻ അതിനകത്ത് വളരെ വ്യക്തമായി തന്നെ പറയുകയാണ്. ഒരു സർക്കാർ മാറി പുതിയ സർക്കാർ വന്ന് ഒരു മാസം കൊണ്ട് തകർന്നു പോകുന്ന ഒരു സംവിധാനമാണ് ഒരു സർക്കാർ ഉണ്ടാക്കിയെങ്കിൽ അത് മുൻ സർക്കാരിന്റെ പരാജയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ആ സംവിധാനം മുൻ സർക്കാരിന്റെ പരാജയമാണെന്ന് പറയേണ്ടി വരും. അതല്ല, ഇനി ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ പരാജയം നിലനിൽക്കുന്നതെങ്കിൽ അത് ഈ സർക്കാരിന്റെ പരാജയമാണ്. ഇതിപ്പോൾ ഒരു മാസം ആകുന്നതിന് മുമ്പേ ഒരു സംവിധാനം തകർത്ത് അതുകൊണ്ട് സർക്കാർ മാറിയോണ്ടാണെന്ന് പറഞ്ഞാൽ അതൊരു പക്ക രാഷ്ട്രീയമാണ്. അല്ലാതെ അതിനകത്ത് മറ്റൊന്നുമല്ല. ഈ കഴിഞ്ഞ സർക്കാരിന്റെ തുടർച്ചയായിട്ട് വന്ന് അവർ കയറി ഭരിക്കാൻ തുടങ്ങിയല്ലേ ഉള്ളൂ. അവരൊരു 6 മാസം കഴിഞ്ഞിട്ട് അവർക്ക് നന്നാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായും പറയണം ആ സർക്കാരിന്റെ കുഴപ്പമാണെന്ന്. അല്ലാതെ ഇപ്പം വരുന്ന കുഴപ്പത്തിനെല്ലാം പുതിയ സർക്കാരിന്റെ തലയിലേക്ക് വെക്കാന്ന് പറയുന്നത് അത് മുൻ സർക്കാരിന്റെ വീഴ്ച ഉണ്ടെങ്കിൽ മുൻ സർക്കാരിന്റെ വീഴ്ചയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതേ മനോഭാവം മാറി. അവർക്ക് ആ ജീവനക്കാരുടെ മനോഭാവം മാറി. കൊണ്ട് മാറ്റാൻ കഴിയാത്ത ഒരു മനോഭാവം പെട്ടെന്ന് ഒരു സർക്കാർ മാറി ഒരു മാസത്തിനുള്ളിൽ മാറി എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ അവരാളുകൾ എന്ത് ചെയ്തും തെറ്റില്ല. അവരാളുകള് എന്ത് ചെയ്താലും തെറ്റില്ല എന്നുകൊണ്ടാണ് അവരങ്ങനെ പെരുമാറുന്നത്. മറ്റില്ലാതെ സംവിധാനങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാമല്ലോ, പരാതിപ്പെടാമല്ലോ. വരാൻ പോകുന്നേ ഉള്ളൂ. ചൂണ്ടിക്കാണിക്കുമല്ലോ. ഏറ്റവും വലിയൊരു സർക്കാരിനെ തറച്ച് താഴെ ഇട്ടു എന്ന് പറയാം. ജനത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഏത് സർക്കാരിനെയും ജനം താഴെ ഇറക്കും. അത് മനോഹരമായ സർക്കാരാണെന്ന് അല്ല എന്ന് അവർക്ക് തോന്നിയതുകൊണ്ടാണ് ജനം താഴെ ഇട്ടത്. അതല്ല ഞാൻ ആദ്യം പറഞ്ഞത്. മനോഭാവം ജനങ്ങൾക്ക് അങ്ങ് എല്ലി കുത്തിപ്പോയി. പിന്നെ പറഞ്ഞിട്ടുണ്ടാവുണ്ട് അല്ലെങ്കിൽ വേറെ പരിപാടി. അതുകൊണ്ടായിരിക്കില്ല. ജനത്തിന് അതിനേക്കാൾ നല്ലത് മറ്റ് സർക്കാരാണെന്ന് തോന്നിയാൽ അവർ സർക്കാരുകളെ മാറ്റും. എന്റെ പൊന്നുപോലത്തെ സാറേ, ഇതല്ല നിങ്ങള് ഇപ്പൊ പറഞ്ഞില്ലേ? നേരത്തെ ആരോ പറഞ്ഞല്ലോ 15 ലക്ഷം 5 ലക്ഷം അക്കൗണ്ടിൽ വരുന്നു പറഞ്ഞില്ലേ? എന്നിട്ട് എന്താ കിട്ടിയത്? പെട്രോൾ വില വർദ്ധിച്ചു, ഡീസലിന് വർദ്ധിപ്പിച്ചു. ശ്രീ നാരായണൻ, നേരത്തെ പറഞ്ഞല്ലോ താങ്കളോട് നമ്മള് ഏത് സർക്കാർ, താങ്കൾ കേരളത്തിന്റെ സർക്കാരിനെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ഈ സർക്കാർ അല്ല ശ്രീ നാരായണൻ, ശരി സമ്മതിച്ചു. ഞാൻ പറഞ്ഞല്ലോ, വളരെ കൃത്യമായി തന്നെ പറഞ്ഞല്ലോ, ഈ സർക്കാർ അങ്ങോട്ട് കയറിയതേ ഉള്ളൂ. ഇനി 6 മാസം കഴിഞ്ഞും ഈ തരത്തിലാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായും ഈ സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ചയാണ്. ഇപ്പൊ വീഴ്ച ഉണ്ടാകുന്നതിൽ അതിന്റെ ഉത്തരവാദി മുൻ സർക്കാരാണ്, ഈ സർക്കാർ അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സാറേ 6 മാസം കഴിയുമ്പോൾ ഗവൺമെന്റ് ആശുപത്രി ഉണ്ടായാലും എല്ലാം പ്രൈവറ്റ്.
അവരെ അതൊക്കെ നമുക്ക് ആശുപത്രി നോക്കാം. തുടങ്ങി. അങ്ങനെ കേരളത്തിൽ അങ്ങനെ ഗവൺമെന്റ് ആശുപത്രി എല്ലാം ഇല്ലാതാക്കി പ്രൈവറ്റ് ആക്കും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ സ്വാഭാവികമായും കേരളം ആ തരത്തിൽ പ്രതികരിക്കും. നിങ്ങൾ അവരെ ഭാഗത്തല്ലേ കൂടൂ. നിങ്ങളാണല്ലോ ഞങ്ങളൊന്നുമല്ല. വോട്ട് ചെയ്തത് ഞങ്ങളാണോ? നാരായണൻ വോട്ട് ചെയ്തത് ഞങ്ങളാണോ? നിങ്ങളുടെ വർത്താനം കേട്ടിട്ടില്ല. അവര് ഞങ്ങളുടെ വർത്തമാനം കേട്ടൊന്നും ആരും വോട്ട് ചെയ്യില്ല. ശ്രീനാരായണൻ, അങ്ങനത്തെ അബദ്ധ വിശ്വാസമൊന്നും ഒരു മാധ്യമപ്രവർത്തനമില്ല. മാധ്യമങ്ങൾ പറയുന്നത് കേട്ടൊന്നും ആരും വോട്ട് ചെയ്യില്ല. ആളുകൾക്കെല്ലാം കൃത്യമായ അഭിപ്രായമുണ്ട്. അവര് അഭിപ്രായം മനസ്സിലാക്കി ചെയ്യും. വോട്ട് ചെയ്യും. എന്താണെന്നറിയോ? നാട്ടിൽ ഓരോ പാർട്ടി പ്രവർത്തകരും നാട്ടുകാരോട് ഇടപെടുന്ന രീതി നോക്കിയിട്ട് അവർ ചിലപ്പോൾ വോട്ട് ചെയ്യും. അല്ലാതെ മാധ്യമങ്ങളിൽ വാർത്ത വന്നെന്ന് കരുതി വോട്ട് ചെയ്യില്ലെന്ന് മാത്രമല്ല, ആളുകളൊക്കെ മാധ്യമങ്ങൾ എഴുതുന്നതൊക്കെ രാഷ്ട്രീയ താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചറിയാൻ വ്യക്തമായി കഴിയുന്നവരാണ് മലയാളികൾ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നാട്ടുകാരോട് ഇടപെടുന്ന പാർട്ടി പ്രവർത്തകരോടും നേതാക്കളോടും ഒക്കെ പറ, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടാണ് ഈ തോറ്റുപോയെന്ന്. അത് ശരി. അത് നമുക്ക് പറയാം. അവര് തെറ്റിട്ട് തിരുത്തിക്കോട്ടെ. ശരി, ഓക്കെ ശ്രീനാരായണൻ. ശരി, നാരായണന്റെ പ്രതികരണം മനോഹരമായിരുന്നു. ശ്രീ രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്ന്. ശ്രീ രാധാകൃഷ്ണൻ, അടിക്കടി വില കയറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ ഒടുവിൽ പാലിൻ്റെ വില ഇന്ന് 4 രൂപ കൂടുന്നു. സിലിണ്ടറിന് വില, വാണിജ്യ സിലിണ്ടറിന് 46 രൂപ കൂടി. അത് ഏകദേശം 3000 സംതിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞു. 2 മാസം കൊണ്ടാണ് ഈ പറയുന്ന 10,500 രൂപയുടെ വർധനമുണ്ടായിരിക്കുന്നത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമ്മൾ ഇതിന് സമാനമായിട്ടുള്ള ചർച്ചകൾ മുമ്പും നടത്തിയിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതിനോടടുത്ത് തന്നെ ഒരു സുഹൃത്ത് നേരത്തെ പറയുകയും ചെയ്തു. എന്തായാലും നമുക്ക് താങ്കൾ അദ്ദേഹത്തോട് സൂചിപ്പിച്ചതുപോലെ നമുക്കത് പ്രാവർത്തികമായി എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രതികരിക്കാൻ കഴിയില്ല. നേരത്തെ താങ്കൾ തന്നെ അത് പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞ അതേ അഭിപ്രായക്കാരനായിരുന്നു ഞാൻ. പരമാവധി ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് ചെയ്യേണ്ടത്, നമ്മൾ ഒരു സുപ്രഭാതത്തിൽ 5-10 പേര് ഇത് ഉപേക്ഷിച്ചത് കൊണ്ട് കാര്യമില്ല. ഇന്ന് സോഷ്യൽ മീഡിയ വളരെ സജീവമാണ്. നമ്മൾ തന്നെ പറഞ്ഞല്ലോ, ക്രോക്രോച്ച് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിഞ്ഞ, സമൂഹത്തിന്റെ മനസ്സിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു മാറ്റത്തെക്കുറിച്ചോ ആഭിമുഖ്യത്തെക്കുറിച്ചോ ഒക്കെ നമ്മളിന്ന് നിങ്ങൾ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒരു ഉദ്യമനം പെട്ടെന്ന് ഒരാഴ്ചത്തേക്ക്, നമ്മൾ ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ കുറച്ച് ബുദ്ധിമുട്ടാൻ പറ്റും. ഒരു ദിവസം പൂർണ്ണമായും നമുക്ക് ഗ്യാസ് ഒഴിവാക്കുക. അതിന് 1-2 പേര് വിചാരിച്ചാൽ ഒക്കത്തില്ല. വളരെ സംഭവബഹുലമായിട്ട് നമുക്കത് കൈകാര്യം ചെയ്യാൻ ഒക്കൂ. ക്രോക്രോച്ച് പാർട്ടി വന്നതുപോലെ സോഷ്യൽ മീഡിയ പോലെ അവരത് ചെയ്യും. ഞങ്ങൾക്ക് ഈ ദേശീയ തലത്തിൽ ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. കാരണം ഈ കോൺഗ്രസിനെ മാറ്റി ഞങ്ങൾ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള പുതിയ പാർട്ടികളൊക്കെ ഈ ക്രോക്രോച്ച് പാർട്ടിയുടെ കീഴിൽ വരണമെന്ന്. കാരണം ലീഡർഷിപ്പ് സ്ഥാനത്ത് നിന്ന് ഇന്ത്യയിൽ നിന്നും കോൺഗ്രസിനെ മാറ്റും. കാരണം ഈ കോൺഗ്രസിന്റെ പിന്നിൽ ഒരു പാർട്ടി വന്നാൽ ഇതൊന്നും നടക്കത്തില്ല. പക്ഷെ നമ്മൾ ഈ വിലക്കയറ്റം ഉൾപ്പെടെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ക്രോക്രോച്ച് പാർട്ടി വന്നാൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയും. ഒരു മൂവ്മെന്റ് ആണ്, അല്ലാതെ അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപമൊന്നും പ്രാപിച്ചിട്ടില്ല. ഇനി താങ്കൾക്ക് അങ്ങനെ കരുതാം, ഇതൊന്നും പറയാൻ പറ്റില്ല. ലോകത്ത് ആകമാനം പലതരത്തിലുള്ള മൂവ്മെന്റുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പോൾ ഒരു ദിവസം ഗ്യാസ് ഉപേക്ഷിക്കുമ്പോൾ 5-10 പേരല്ല, വലിയ ഒരു സമൂഹം ഉപേക്ഷിക്കണം. ഈ എണ്ണ ചെലവാകാതിരുന്ന എന്ത് ചെയ്യും? ഗ്യാസ് ചെലവായിരുന്നവരെന്തോ ചെയ്യും? ഒന്നിച്ച് ഇവിടുത്തെ ഈ കുത്തക മുതലാളിമാരിതെല്ലാം പുഴുകി തിന്നാൻ പറ്റത്തില്ല. പക്ഷെ അതിന് വലിയ മൂവ്മെന്റ് ഉണ്ടാവണം. പൂർണ്ണമായും ബഹിഷ്കരിക്കണം. അല്ലാതെ 5-10 പേര് സമരം ചെയ്ത് നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്ന വഴിപാട് പ്രായോഗികമാണ് എന്നുള്ളത് വലിയ വിഷയം. അതെ, പ്രായോഗികമാകട്ടെ. അതിന് ഒന്നുകൂടെ പറഞ്ഞോട്ടെ ഞാൻ. അതുപോലെ തന്നെ ഞാനത് കുറച്ച് എന്റെ ഒരു അത്യാഗ്രഹം കൊണ്ട് പറഞ്ഞു പോയത് അങ്ങനെയാണെങ്കിൽ നടക്കുമെന്നുള്ളത്. പക്ഷെ പ്രായോഗികമായിട്ട് ഞാൻ പറയാം, ഇവിടെ ഈ വില കൂടിയാൽ ഈ സംഘടിതരായിട്ടുള്ളവരെല്ലാം അവർ നഷ്ടമുണ്ടാകാതിരിക്കാൻ വ്യാപാരികൾ പൈസ കൂട്ടുന്നു. നേരത്തെ തന്നെ ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ചായക്ക് പെട്ടെന്ന് തന്നെ 2 രൂപ കൂടിയത്. ചായക്കും ഈ അതിനോടൊപ്പം ഉള്ള കടിക്കുമൊക്കെ 10 രൂപയ്ക്ക് ആനുപാതികമായിട്ട് 2 രൂപ വെച്ച് കൂട്ടി. 100 രൂപയുടെ പെട്രോളിന് 75 പൈസ അല്ലെങ്കിൽ 1 രൂപ കൂട്ടുന്ന ആനുപാതികം വെച്ചല്ല ചായക്ക് 10 രൂപയ്ക്ക് ആനുപാതികമായിട്ട് പെട്ടെന്ന് 2 രൂപ 10 രൂപയുടെ, അത് എങ്ങനെയാണ് ആ ഇക്വേഷൻ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്? അപ്പൊ തോന്നുന്ന കണക്ക് അവർ കൂട്ടുകയാണ്. 10 രൂപയ്ക്ക് ചായ 11 രൂപയ്ക്ക് ചായയും കടിയാക്കാത്തത് എന്താ? അപ്പം ഇത് സംഘടിതരായിട്ടുള്ള ബിസിനസ്സുകാർക്ക് ഒരു പ്രശ്നമല്ല. അവർക്ക് പിറ്റേന്ന് അവരുടെ അസോസിയേഷന്റെ വ്യാപാരികളുടെ കമ്മിറ്റി കൂടുക, അവർക്ക് വിലക്കയറ്റം, അവർക്ക് പെട്ടെന്ന് വില കൂട്ടാം, അവർക്ക് പിടിച്ചു നിൽക്കാൻ മാർഗം. ശരി, ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്തും. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് എന്താണ് ഇപ്പോഴത്തെ ഈ വിലക്കയറ്റത്തെ കുറിച്ച് പറയാനുള്ളത്? നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. സാറേ, പാലിന്റെ വിലക്കയറ്റം നമ്മൾ ആലോചിക്കുമ്പോൾ 1 ലിറ്ററിന് 4 രൂപ കൂട്ടി. ഞാൻ ഇപ്പൊ മേടിച്ചിട്ട് വന്നേ ഉള്ളൂ. 55 രൂപ, ഇപ്പൊ മേടിച്ച് 59 രൂപയാണ്. ഈ 4 രൂപയാണ് 1 ലിറ്റർ പാലിന് കൂടിയത്. ഈ കർഷകന്, ഈ പാവപ്പെട്ട കർഷകന് എത്ര രൂപ കിട്ടുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. 1 ലിറ്റർ മദ്യത്തിന് ഒറ്റയടിക്ക് 400, 150, 200 കൂട്ടുമ്പോൾ പ്രശ്നമില്ല. എണ്ണയ്ക്ക് 100, 150 കൂടിയപ്പോൾ പ്രശ്നമില്ല. എല്ലാ നിത്യവസാനം വില കൂടിയിട്ടും പ്രശ്നമില്ല. പാല് പണ്ട് എന്റെ കൊച്ചുപ്രായത്തിൽ സാറ് മനസ്സിലാക്കേണ്ടത്, നമ്മളെ ഓണം, ദീപാവലി, ഈ വാവ് സമയത്തൊക്കെ നമ്മൾ ചായ കിട്ടുന്നത്.
അന്ന് വീട്ടിൽ നമ്മൾ ചായ ഇടാറില്ല. നമ്മൾ ഈ ഓണവസരത്തേക്കാണ് ചായ ഇടുന്നത്. അന്ന് എന്റെ വീട്ടിൽ 50 വീടുണ്ടെങ്കിൽ 20 വീട്ടിൽ പശുക്കളുണ്ട്. പക്ഷെ അന്ന് പാലിന് ഉപയോഗം കുറവായിരുന്നു. ഇന്ന് പാലിൽ നിന്ന് ഉത്പാദിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ബേക്കറി ആയാലും പല മേഖലയിലും പാലിൽ നിന്ന് ഉത്പാദിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് 12 രൂപ ചായയായി, 10 രൂപ വട എന്നുള്ളത് 12 രൂപയായി. എല്ലാം കൂട്ടുന്നത് പാലിന് വില കൂടുമ്പോൾ വില കൂട്ടിക്കഴിഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്റെ മനസാക്ഷി പറയുകയാണെങ്കിൽ എണ്ണയ്ക്ക് 300-350 രൂപ വാങ്ങി നമ്മൾ വന്നവരാണ്. അതുപോലെ സവാള ഒറ്റയടിക്ക് 100-150 കൂടി നമ്മൾ വാങ്ങിയവരാണ്. തക്കാളിക്ക് 30 വാങ്ങിച്ചു നമ്മൾ ഒറ്റയടിക്ക് 160 200 ആയതാണ്. പക്ഷെ 4 രൂപ കൂട്ടിയെന്നും പറഞ്ഞതുകൊണ്ട് ഒരു പ്രയാസവും. അത് കർഷകന് കിട്ടാൻ വേണ്ടി 10 20 30 കൂട്ടിയിരുന്നാലും കർഷകർക്ക് കിട്ടേണ്ടത് അനിവാര്യം തന്നെയാണ്. അത് ആ തരത്തിൽ തന്നെ കിട്ടണേയും വേണം. പക്ഷെ പലപ്പോഴും അത് സംഭവിക്കാറില്ല എന്നുള്ള യാഥാർത്ഥ്യം. ശ്രീ വിൻസെന്റ് ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന്. ശ്രീ വിൻസെന്റ് ആന്റണി, താങ്കൾ എന്താണ് പറയാനുള്ളത്? സാർ, എനിക്ക് നേരത്തെ രാധാകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച കാര്യം തന്നെ പറയാനുള്ളത്. പറഞ്ഞോളൂ. അതായത് ഇവിടെ പൊതുമേഖലയിൽ നമ്മളിപ്പോ ബസ്, ഓട്ടോ ഇതൊക്കെ ഓടുന്നുണ്ട്. പെട്രോളിന് വില കൂടി എന്ന് പറഞ്ഞവർ ആരും ചാർജ് കൂട്ടുന്നില്ല. ആ മിനിമം ചാർജ് തന്നെ വാങ്ങിക്കുന്നത് മിനിമം ടിക്കറ്റിന്റെ ചാർജാണ്. പക്ഷെ വാണിജ്യ സിലിണ്ടറുകൾക്ക് വില കൂടി കഴിഞ്ഞപ്പോൾ ഹോട്ടലുകൾ ഇപ്പൊ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്? ചായക്ക് 10 രൂപകളെടുത്ത് ചായക്ക് 10, 12, 15 അവർക്ക് തോന്നിയ പോലെയാണ് പലയിടത്തും വാങ്ങിക്കുന്നത്. ഇതിനാരെയാണ് സാർ നിയന്ത്രിക്കുന്നത്? നിലവിൽ നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരാൾ അല്ല. അപ്പൊ അങ്ങനെ ഒരു നിയന്ത്രണം വേണ്ടേ? കൃത്യമായി ഓരോ ഹോട്ടലിലെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അവിടുത്തെ വില നിശ്ചയിക്കുക വേണ്ടതാണ്. അല്ല, പണ്ട് മുൻകാലങ്ങളിൽ അത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു നിയമം കൂടെ ഉണ്ടായിരുന്നു. ഹോട്ടലുകൾക്ക് വില കൂട്ടാൻ പാടില്ല എന്നൊക്കെ ഞാൻ എന്റെ ഓർമ്മയിലൊക്കെ അതൊക്കെ ഉണ്ട്. പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് തോന്നിയ പോലെ ഓരോരുത്തർ എന്താ പറയാ, അവരവർക്ക് തോന്നുന്ന പോലെ വരെയിട്ട് അവർ വില നിലവാരമാണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ആരോഗ്യ മേഖലത്തിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നല്ലേ, വില പട്ടികയൊക്കെ പ്രദർശിപ്പിക്കണമെന്നൊക്കെ ഉള്ളത്. അതൊക്കെ എവിടെ പോയി എന്നുള്ളതാണ് ഇപ്പൊ എന്റെ സംശയം. അപ്പൊ ഈ കാര്യങ്ങൾക്ക് എന്തെങ്കിലും മാധ്യമ മേഖലയിൽ നിന്നുകൊണ്ട് നിങ്ങളെപ്പോലുള്ളവർക്ക് മറ്റ് ഉയർന്ന മേഖലയിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ പോലും സാധിക്കുമോ? ഇതൊക്കെ ഇതിനൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാക്കാനായിട്ട്. കാരണം പൊതുമേഖല മറ്റ് മേഖല പോലെ തന്നെയാണ് ഈ ആരോഗ്യ പറഞ്ഞ ഈ ഹോട്ടലുകളും മറ്റ് വ്യവസായങ്ങളൊക്കെ ജനങ്ങളെ ബാധിക്കുന്നത്. ഒരാളുടെ ദിവസ ചെലവിൽ വളരെയധികം അത് ബാധിക്കുന്നുണ്ട്. താങ്കൾ പറഞ്ഞ വ്യക്തമാണ്. നമുക്ക് ചില യൂട്യൂബ് പെരുമ്പാവൂരിൽ നിന്ന് താങ്കൾ ഒരു അല്പസമയം ഒന്ന് ക്ഷമിക്കുക. ഷിജു കിരിയത്ത് നമസ്കാരം പറയുന്നു. നൗ നോബഡി വാണ്ട് ടു ഡു പ്രൊട്ടസ്റ്റ് ബൈ കാരിങ് LPG സിലിണ്ടർ ഓർ ബുള്ളക്കാർ ട്രാവലിംഗ് എന്നൊക്കെ പറയും. നേരത്തെ ഈ കാളവണ്ടിയൊക്കെ വലിച്ച് പ്രതിഷേധം നടത്തിയതിനെ കുറിച്ചാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. വെൽക്കം ടു ഓൾ. ശശിധരമുള്ളവർ സുനിമോൾ പറയുന്നു നമസ്കാരമൊക്കെ പറയുന്നു. ജീവിക്കാൻ വേണ്ടി ആളുകൾ മരിക്കാൻ വരെ തയ്യാറാകണമെന്ന് ശശിധരൻപിള്ള കളിയായിക്കൊണ്ട് പറഞ്ഞാണെന്ന് തോന്നുന്നു. പിന്നീട് പരസ്പരമുള്ള സംഭാഷണങ്ങളൊക്കെയാണ്. എല്ലാ സാധനങ്ങൾക്കും ഇങ്ങനെ വില കൂടിയാൽ സാധാരണക്കാരും പാവപ്പെട്ടവരും എങ്ങനെ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയാണെന്ന് സുനിമോൾ ചൂണ്ടിക്കാണിക്കുന്നു. ഗോപാലകൃഷ്ണൻ കേശവപിള്ളി പറയുന്നു കൂലി ഓൾസോ ഗോൺ അപ് ടു 1500 റുപ്പീസ് എന്ന് പറയുന്നു. ശശിധരൻപിള്ള പറയുന്നു ഒരു ന്യൂനത പറഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കരുത്, മനുവായിരുന്നെങ്കിൽ അത് പരിഹരിക്കാമെന്ന് പറഞ്ഞാൽ ആ പ്രശ്നം തീർന്നേനെ, അതിന് കുറച്ച് സമയം വേസ്റ്റായി എന്ന് പറഞ്ഞു. ശ്രീ ശശിധരൻപിള്ള നമ്മൾ സമയം ഇടാത്തത് എന്തുകൊണ്ടാണ് എന്നതുകൂടി ഞാൻ അതിനകത്ത് പുള്ളിയോട് പറഞ്ഞിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബിൽ വലിയ വരിക്കാരുള്ള ഒരു ചാനലാണ്. കേരളത്തിലെ മലയാള ചാനലുകളിൽ കഴിഞ്ഞ മുൻ മാസങ്ങളിലൊക്കെ ആകെയുള്ള വ്യൂവേഴ്സിൻ്റെ എണ്ണത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ന്യൂസ് 18 കേരളത്തിൻ്റെ വ്യൂവേഴ്സാണ്. അപ്പോൾ ആ ചാനൽ നമ്മുടെ യൂട്യൂബിലൊക്കെ ആളുകൾ കാണുന്നത് എല്ലാവരും തത്സമയം കാണുന്നവരല്ല. തത്സമയം കാണുന്നതിൻ്റെ എത്രയോ ഇരട്ടി ആളുകൾ പിന്നീട് പല സമയങ്ങളിലായിട്ടാണ് കാണുന്നത്. ചിലർ 4 മണിക്ക് എന്നുള്ളത് ചിലപ്പോൾ 4:15 വരുന്നത്, ചിലർ 4:30 ചിലർ രാത്രിയിലായിരിക്കും കാണുന്നത്. അപ്പോൾ അവരുടെ ഒരു സൗകര്യത്തിന് കൂടിയാണ് നമ്മളത് ഒഴിവാക്കിയത് എന്നത് താങ്കളെ അറിയിക്കുകയാണ്. ഇനി അല്ലാതെ എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാമെന്നും അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. ഗൗതം കിരണെ VD സതീശൻ പ്രതിപക്ഷ നേതാവാണ് ഒന്ന് പറഞ്ഞിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം കുറച്ചുകൂടി എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഭരിക്കുന്ന അവരുടെ പാർട്ടിയാണല്ലോ, എന്തുകൊണ്ട് പെട്രോൾ സംസ്ഥാനത്തിൻ്റെ വിഹിതം? ഇത് എനിക്ക് തോന്നുന്നു ഗൗതം ഉദ്ദേശിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ നികുതി വിഹിതം കുറയ്ക്കണം എന്ന് VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് ഭരണപക്ഷത്തെത്തിയപ്പോൾ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ ചോദ്യം. അദ്ദേഹത്തോട് നിരവധി തവണ മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴും അത് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നാണ് മറുപടി കിട്ടിയിട്ടുള്ളത്. കാര്യത്തിൽ തീരുമാനം ഉണ്ടായിട്ടില്ല എന്നത് ചൂണ്ടിക്കാണിക്കുന്നു. പിന്നെ പീതാംബരൻ സർക്കാർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയതെന്നൊക്കെ ശശിധരൻപിള്ള പറയുന്നു. എന്തായാലും അത് എനിക്ക് തോന്നുന്നു ഒരു ബിരിയാണി കള്ളത്തരം പറഞ്ഞില്ല ഒരു മന്ത്രി, പക്ഷേ ആ കുട്ടി തന്നെ വിളിച്ചു കൊടുത്തില്ല, ആ കുട്ടി തന്നെ എന്നൊക്കെ ഗൗതം ചോദിക്കുന്നു. അതൊക്കെ ഇപ്പോൾ ഒരു മന്ത്രിക്ക് ഒരു തെറ്റ് പറ്റി അത് പറഞ്ഞു, അതിനപ്പുറത്തേക്ക് ഗൗരവമായി കാണേണ്ട വാർത്തയൊന്നും അല്ല അത് ശ്രീ ഗൗതം.
കിരണ, എന്തിനാണ് താങ്കൾ കോൺഗ്രസിനെ ഇങ്ങനെ ന്യായീകരിക്കുന്നത്? ഒരാൾ സത്യാവസ്ഥ പറയുമ്പോൾ എന്തിനാണ് ന്യായീകരിക്കുന്നത്? നിങ്ങളുടെ പക്ഷം ഏതാണെന്ന് മനസ്സിലാകുന്നുണ്ട് ജനങ്ങൾക്ക് എന്ന് ഗൗതം പറയുന്നത്. അതെന്തായാലും കൊള്ളാം ഗൗതം, എനിക്ക് ഇഷ്ടപ്പെട്ടു. കോൺഗ്രസിനെ ന്യായീകരിക്കുന്നത് എന്തിനാണെന്നുള്ള ചോദ്യം ചോദിച്ചല്ലോ, എന്തായാലും അത് ഗൗതത്തിന് കൊള്ളാം. ഇങ്ങനെയൊക്കെ അഭിപ്രായം പറയാൻ വേണ്ടി ഗൗതം വിളിക്കുമായിരുന്നില്ല ഇടയ്ക്കിടയ്ക്ക്. ഏത് പാർട്ടിക്കാരായാലും തെറ്റായ മറ്റൊരു പാർട്ടിയെ ഒരു അനാവശ്യമായി തെറ്റായ കാരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിക്കും. അതിന് യാതൊരു സംശയവുമില്ല. ഒരു സർക്കാർ മാറി പുതിയ സർക്കാർ വന്നതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാകുന്ന എല്ലാ കുഴപ്പത്തിനും പുതിയ സർക്കാരാണെന്ന് പറഞ്ഞാൽ പഴയ സർക്കാരാണ് ഇപ്പോൾ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ ഉത്തരവാദി. അതിന് യാതൊരു സംശയമില്ല. അത് തുടർച്ചയായി ഇവർ ഏത് പാർട്ടി ആയിക്കോട്ടെ, അല്ലാതെ ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ലോ കേരളത്തിലെ ഈ സംവിധാനങ്ങളൊക്കെ. അത് നിലനിൽക്കുന്നില്ല, കഴിഞ്ഞ 10 വർഷമായി നിലനിൽക്കുന്ന സംവിധാനമല്ലേ അത്. അപ്പോൾ അത് കുറ്റം ഏറ്റെടുക്കണം, അല്ലാതെ എല്ലാം മറ്റവരുടെ തലയിലേക്ക് വെച്ചുകൊണ്ട് കാര്യമല്ല. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ച അനുഭവം. കേന്ദ്രത്തിൽ കോർപ്പറേറ്റ് ആഭിമുഖ്യമുള്ള വലതുപക്ഷം ഭരിക്കുന്നു, അതിൻ്റെ നയം പിന്തുടരുന്ന കൂട്ടർ കേരളത്തിൽ അധികാരം പിടിച്ചു, ഒരു ആശ്വാസവും പ്രതീക്ഷിക്കേണ്ട എന്നാണ് കൃഷ്ണൻകുട്ടി പറയുന്നത്. അപ്പോൾ പ്രസാദ് KV പറയുന്നു, ഈ കുറ്റം പറയുന്ന ജനങ്ങൾ തന്നെയാണ് ഈ രാഷ്ട്രീയക്കാരെ താങ്ങി നടക്കുന്നത്. അവരുടെ ഏറ്റവും വലിയ വിശ്വാസം എന്ന് പറയുന്നത് ഈ മണ്ടന്മാരെന്ന് പറയുന്ന അണികളാണ്. അപ്പോൾ പിന്നെ ഇതല്ല, ഇതിലും വലുത് ജനങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നു. ഒരു സർക്കാർ അധികാരമേറ്റ് കഴിഞ്ഞാൽ അന്ന് തൊട്ട് ആ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം അല്ലാതെ കഴിഞ്ഞ സർക്കാരിൻ്റെതല്ല, സഹോദര തള്ളിവിടാതെ എന്നൊക്കെ എം ഷാജി പറയുന്നു. ഞാൻ പറഞ്ഞത് ഷാജിക്ക് തിരിയാത്തത് കൊണ്ടല്ല ഷാജി അങ്ങനെ എഴുതിയതെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. എന്തായാലും കുറേയേറെ കമൻറ്റുകൾ കൂടി പിന്നെയും താഴോട്ട് കിടപ്പുണ്ട്. സ്വകാര്യ സ്കൂളുകൾ 1000 കോടികൾ നിക്ഷേപിച്ചവർക്ക് ലാഭം ഉണ്ടാക്കാൻ സർക്കാർ മേഖല കാരണം സ്വകാര്യ മേഖല നടത്തുന്ന മതസംഘടനകൾ ഉൾപ്പെടെയുള്ളവർ സഹായിച്ചാണ് നല്ലൊരു ശതമാനം സർക്കാരിനെ അട്ടിമറിച്ചതെന്നൊക്കെയാണ് AK കൃഷ്ണൻകുട്ടി പറയുന്നത്. സ്വകാര്യ മേഖല നടത്തുന്ന മതസംഘടനകൾ എല്ലാം കൂടി ചേർന്ന് അട്ടിമറിച്ചതാണ് എന്നൊക്കെ പറയുന്നത്. ഈ ആത്യന്തികമായി ശ്രീ AK കൃഷ്ണൻകുട്ടി മനസ്സിലാക്കേണ്ടത്, ജനങ്ങൾ മഹാഭൂരിപക്ഷം, ചെറിയ തോൽവിയല്ല ഇത്, വലിയ തോൽവിയാണ്. ജനങ്ങൾ മഹാഭൂരിപക്ഷത്തിന് ഈ ഭരണം ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അവർ പരാജയപ്പെട്ടു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തതെന്ന് പരിശോധിച്ച് അത് തിരുത്തി മുന്നോട്ട് പോകുക, അല്ലാതെ ഇനിയും ന്യായീകരണമായി മുന്നോട്ട് പോകാനുള്ളതല്ല. അത് ചെറിയ തോൽവിയായിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ചിലപ്പോൾ കേരളത്തിലെ ജാതിമത ശക്തികളൊക്കെ വിചാരിച്ച് സർക്കാരുകളെ അട്ടിമറിക്കാനൊക്കെ കഴിയുമായിരുന്നു. അല്ലാതെ അവർക്ക് കേരളത്തിലെ ജാതിമത ശക്തികളൊന്നും വിചാരിച്ചാൽ ഒരു സർക്കാരിനെ 102 സീറ്റ് കൊടുത്ത് അധികാരത്തിലേറ്റാനൊന്നും കഴിയില്ല. അത്രയ്ക്കുള്ള ശക്തിയൊന്നും കേരളത്തിലെ ഒരു ജാതിമത സംഘടനകൾക്കുമില്ല. പിന്നെ പ്രധാനപ്പെട്ട പല ജാതിമത സംഘടനകളിലെ നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നത് സതീശൻ്റെ കൂടെ അല്ല ഉണ്ടായിരുന്നത് എന്നതുകൂടി അദ്ദേഹം ഓർക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. എന്തായാലും കുറേയേറെ അഭിപ്രായങ്ങൾ ഉണ്ട് ഇതിൽ വന്നിരിക്കുന്നത്. ശ്രീ സുബ്രഹ്മണ്യമാണ് പെരുമ്പാവൂരിൽ. ശ്രീ സുബ്രഹ്മണ്യം, താങ്കൾ എന്ത് തോന്നുന്നു? ഈ വിലക്കയറ്റം എല്ലാ മേഖലയിലും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ കൂലിയും ശമ്പളവും ഒക്കെ കൂടുന്നതിൻ്റെ എത്രയോ ഇരട്ടി വില പല ഇനത്തിലായി അങ്ങോട്ട് കൊടുക്കേണ്ട അവസ്ഥയിലാണ്. കിരൺ സാർ നമസ്കാരം. നമസ്കാരം. പാലിന് വില കൂട്ടിയത് അത് അധികമൊന്നും പറയാൻ പാടില്ല സാർ. ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് അത് കർഷകർക്ക് കിട്ടുകയാണെങ്കിൽ നല്ല കാര്യമെന്നാണ് പറയുന്നത്. നമ്മൾ ഇച്ചിരി കഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല, കർഷകർക്ക് വില കിട്ടണം. പെട്ടെന്ന് പറയാം, കാരണം ക്യൂ നിൽക്കാനുള്ള ആൾക്കാര്. അപ്പോ തൊഴിൽ മേഖല വർദ്ധിപ്പിക്കുക, പിന്നെ സാധാരണക്കാരന്റെ കൂലികൾ വർദ്ധിപ്പിക്കുക. ഇപ്പോൾ കിട്ടുന്ന പല മേഖലകളിലും ആണുങ്ങൾ ചെയ്യുന്ന അതേ ജോലി തന്നെ അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ പെണ്ണുങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ കൂലികളിൽ തമ്മിൽ വേരിയേഷൻ ഉണ്ട്. അപ്പോ കൂലിയും വർദ്ധിപ്പിക്കുക. അതേപോലെ തന്നെ ഇതൊക്കെ കർഷകനൊക്കെ സാധാരണക്കാരന് ഉപകാരപ്പെടുന്ന മേഖലയിലൊക്കെ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. പിന്നെ സമയത്തെ കുറിച്ച് ഒരാൾ പറഞ്ഞതും യൂട്യൂബിനെ കുറിച്ച് സാറ് പറഞ്ഞതും, നമ്മുടെ സിംഗപ്പൂരിലുള്ള ഭാര്യയും അവിടെയുള്ള മലയാളി പ്രേക്ഷകരും യൂട്യൂബിലാണ് കാണുന്നത്. അവരുടെ അന്വേഷണം അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് കിരൺ സാറ് എന്നേക്കാൾ ഒരു അടിപൊളിയായിട്ടുള്ള കോട്ട് അത് എന്നും നിലനിർത്തുന്നത് നല്ലൊരു. സാധാരണ ഈ വെള്ള ഷർട്ട് ആയതുകൊണ്ടാണ് ഇന്ന് കോട്ട് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ സാധാരണ കോട്ട് നമ്മുടെ പൊതുവെ ഒരു ഐഡന്റിറ്റി ആകട്ടെ. കോട്ട് ഒരു ഐഡന്റിറ്റി ആകട്ടെ. ഐഡന്റിറ്റിയിൽ കണ്ടാൽ നമുക്ക് തന്നെ ബോറടിക്കില്ല. അപ്പൊ നമ്മളൊന്ന് ചെറുതായിട്ട് മാറാൻ നോക്കും. ഇല്ല, ബോറടിക്കില്ല. 4 മണി തൊട്ട് 5 മണി വരെ ബോറടിക്കാത്ത ഒരു ചാനല് നമ്മുടെ ചാനലല്ലേ ഉള്ളൂ. അങ്ങനെ ബോറടിക്കുന്നേ നമ്മുടെ ചാനൽ അങ്ങനെ ബോറടിക്കുന്ന ചാനലല്ലല്ലോ. ശരി, ഓക്കെ. എന്തായാലും വൈഫിനോടും എല്ലാം അന്വേഷണം പറയാം. ഒരു കാര്യം കൂടി പറയേണ്ടത് നിർത്താം. 2 ദിവസം സാറ് ചാനലിൽ ചർച്ചയ്ക്കിരുന്നു. അത്രയും അത്രയും അറിവുള്ള ഒരാളാണെന്ന് ഇരുന്നതിന് ശേഷം എനിക്ക് മനസ്സിലായത്. അത് നല്ല അവതരണമായിരുന്നു, നല്ല റിപ്ലൈ ആയിരുന്നു. അതിനും ഒരു കോംപ്ലിമെന്റ് ഞാൻ തരുന്നു. നമുക്ക് സിംഗപ്പൂരിലുള്ള ഭാര്യയ്ക്കും അവിടെയുള്ള മലയാളി പ്രേക്ഷകർക്ക് ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഭാര്യയുടെ പേര്? ഞാൻ നാളെ പറഞ്ഞിരുന്നു സാറ് മറന്നുകൊണ്ട്. അപ്പൊ എന്റെ പേര് ഓർക്കണ്ടല്ലോ. ഭാര്യയുടെ പേര് ലീല. ഓക്കെ ഓക്കെ. അപ്പം ലീല ചേച്ചിക്കും അവിടുത്തെ എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാം പുതുവേദിയുടെ വക ആശംസകൾ അറിയിക്കുകയാണ്. ഞാൻ സുബ്രഹ്മണ്യം എന്ന് പറയുമ്പോൾ എടുക്കണവരെ പെരുമ്പാവൂരല്ലേ എന്ന് പ്രത്യേകിച്ച് വേണം. അപ്പൊ ഞാൻ മാത്രമേ പെരുമ്പാവൂർ വിളിക്കുന്നുള്ളൂ. സുബ്രഹ്മണ്യം, നന്ദി. എന്തായാലും നല്ല വാക്കുകൾക്ക്. നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്.
തിരുച്ചിറപ്പള്ളിയിൽ വോട്ടർമാർക്ക് നന്ദി പറയാൻ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് എത്തിയിരിക്കുന്നത്. തത്സമയ സംപ്രേഷണം അല്പനേരത്തേക്ക്. തിരുച്ചിറപ്പള്ളിയിൽ ജനങ്ങളെ നന്ദി പറയാൻ എത്തിയതാണ് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്. എന്തായാലും തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് അത്ഭുതം സൃഷ്ടിച്ച് കടന്നു വന്ന വിജയ് വീണ്ടും ആരാധകരെ ത്രസിപ്പിച്ച് തന്നെ വോട്ടർമാർക്ക് നന്ദി പറയാൻ വേണ്ടി എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ്. നമുക്ക് എന്തായാലും അതിലേക്ക് മടങ്ങി വരാം. നമുക്ക് ഈ ഇടയ്ക്ക് അതിൻ്റെ ശബ്ദത്തിന് ചെറിയ പ്രശ്നങ്ങളുണ്ടോ എന്ന് തോന്നുന്നു. അതിലേക്ക് തന്നെ ഇടയ്ക്ക് മടങ്ങി വരാം. നമുക്ക് പൊതുവേദി തുടരാം. പൊതുവേദിയിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വിലക്കയറ്റത്തെക്കുറിച്ചാണ്. കേരളത്തിൽ, ഇന്ത്യയിൽ ആകമാനം എല്ലാത്തിനും വില കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ധനവില കൂടുന്നതിനനുസരിച്ച് എല്ലാ സാധനങ്ങളുടെയും വില കൂടുന്നു. ഇതൊന്നും പോരാഞ്ഞ് വാണിജ്യ സിലിണ്ടറുകളുടെ വില ഇന്ന് വീണ്ടും കൂടിയിരിക്കുകയാണ്. രാജനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ രാജൻ, ഈ വിലക്കയറ്റമെല്ലാം ആത്യന്തികമായി ദുരിതത്തിലാക്കുന്നത് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെയല്ലേ? അതെ അതെ, അതിൽ 100% ശരി തന്നെയാണ്. കാരണം വിലകയറ്റം സാങ്കേതിക കാരണങ്ങൾ ചിലപ്പോൾ കൂട്ടേണ്ടി വരും സാഹചര്യങ്ങളനുസരിച്ച്. പക്ഷേ ഈ ഗ്യാസിന്റെ വില എന്ന് പറഞ്ഞപ്പോൾ ഇതിന് ഒരുപാട് അപ്പുറത്തേക്കായി. കാരണം ഇപ്പൊ തന്നെ എത്ര പ്രാവശ്യം കയറി. അപ്പൊ അതേപോലെ തന്നെ പെട്രോളിന്റെ വില എന്തോ ആയിക്കോട്ടെ. അതുപോലെ ഇപ്പോ കേരളത്തിൽ പാലിന്റെ വില കൂട്ടിയത് അതിപ്പോ കഴിഞ്ഞ സർക്കാർ കൂട്ടിയതാണ്. അപ്പൊ വേണ്ട ക്ഷീര കർഷകർക്ക് ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണെങ്കിൽ അത് നല്ല കാര്യമാണ്. കാരണം ഒരു ഭാഗം മാത്രം പോരല്ലോ. അപ്പൊ അത് വിലക്കയറ്റത്തിന് നമ്മൾ എതിരൊന്നുമല്ല. വേണ്ട സാഹചര്യം, കേരളത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ട കാര്യങ്ങൾക്ക് വില കൂട്ടണം. അത് സാധാരണക്കാരെ ബാധിക്കാതെ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് എന്റെ കാഴ്ചപ്പാട്. അതുപോലെ ഇപ്പൊ ഈ ഗവൺമെന്റ് വേണമെങ്കിൽ പാലിന്റെ വില ഭംഗിയായിട്ട് പിൻവലിക്കാം. കാരണം അത് പറയാനൊരു കാരണമുണ്ട്. അതായത് ഇവര് മന്ത്രിസഭ ഏറ്റെടുത്തപ്പോ ബിന്ദുകൃഷ്ണ ആദ്യം തന്നെ പറഞ്ഞത് എന്താണ്? പാലുവില കയറ്റിയത് ഞങ്ങളല്ല. അത് ശരിയായിട്ടുള്ള ഒരു മനോഭാവമല്ല. കാരണം പാലുവില കയറ്റുകയോ മുന്നോട്ട് കൊണ്ടുപോയോ കാരണം ആയിക്കോട്ടെ, അതൊരു സർക്കാരിന്റെ ഒരു വേണ്ട മാനദണ്ഡം അനുസരിച്ച് ചെയ്യാമല്ലോ. പിൻവലിക്കാനും ഈ സർക്കാരിനറിയാം. അപ്പോ വേണ്ട കാര്യങ്ങൾക്ക് വില കൂട്ടണം. പക്ഷെ പാവപ്പെട്ട ജനങ്ങളെ ഉപദ്രവിക്കരുത്. ഇപ്പൊ ഞാൻ എന്റെ ജോലി പറയും, ഞാൻ ഒരു പെയിന്ററാണ്. എനിക്ക് എന്റെ വരായിക അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതുപോലെ എല്ലാവർക്കും പറ്റണമെന്നില്ല. അപ്പൊ വില കയറ്റുമ്പോൾ ഒരു താരതമ്യം നോക്കി ജനങ്ങൾക്ക് വല്ലാണ്ട് ദ്രോഹമില്ലാത്ത കണ്ടീഷനിൽ കയറ്റണം. കേന്ദ്ര സർക്കാരിനോട് പറയാനൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ അവർ കയറ്റട്ടെ. പാവപ്പെട്ടവരെ കഴുത്തറുത്തിട്ട് വമ്പൻ കുത്തക മുതലാളിമാർക്ക് സാമ്പത്തികം ഉണ്ടാക്കി കൊടുക്കട്ടെ. ഇത്ര തന്നെ എനിക്കിത് പറയാനുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഡേവിഡ് വിജയ് ആണ്, ജാംനഗറിൽ നിന്നാണ്. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ വിഷയത്തില് ഇനി വരാനിരിക്കുന്നത് ഇപ്പൊ ഗൾഫിലെ ക്രൈസിസ്, വെസ്റ്റ് ഏഷ്യൻ ക്രൈസിസ്, അതെങ്ങാൻ ഒരു നല്ല നിലയിൽ അവസാനിച്ചില്ലെങ്കിൽ നമ്മൾ വരാൻ പോകുന്നത് വൻ ഭീതിജനകമായ ഒരു കാലഘട്ടമാണ്. കാരണം ഹോർമോസ് കടലിടുക്കിൽ കൂടി 130 കപ്പൽ കടക്കുന്നിടത്ത് ഒരു ദിവസം, ഒരു മാസമൊന്നുമല്ല കേട്ടോ, ഒരു ദിവസം 130 ടാങ്കേഴ്സ് കിടക്കുന്ന സ്ഥലത്ത് ഇതുവരയ്ക്ക് യുദ്ധം തുടങ്ങിയ ശേഷം കിടന്നിരിക്കുന്നത് 30 ടാങ്കറുകൾ മാത്രമാണ്, 30 കപ്പലുകൾ. അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന അതിഭീകരാവസ്ഥ നമ്മൾ അറിഞ്ഞും കണ്ടും എല്ലാവരും കൂടി സഹകരിച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ കേന്ദ്രത്തിലെ കോർപ്പറേറ്റുകളെ സപ്പോർട്ട് ചെയ്യുക, കോർപ്പറേറ്റുകളൊന്നും ഒന്നും ചെയ്യുന്നില്ല. ടാറ്റയൊക്കെ ഇവിടെ, ടാറ്റയുടെ ഒരു പ്ലാന്റ് ഉണ്ട് അവരുടെ സോളാർ വിൻഡിൽ നിന്ന് ഉണ്ടാക്കുന്നത്. അതിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര എന്നറിയും. അതിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ലാഭമൊക്കെ കൂടി. അത് ഞാൻ കണക്ക് പറയാനായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നില്ല ഒരു ഭാഗത്തായിട്ട്. അങ്ങനെ കോർപ്പറേറ്റുകളാണ് രാജ്യത്തിന് കുറച്ചുകൂടി രക്ഷയായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇൻഡക്ഷൻ കുക്കറൊക്കെ ഉണ്ടെങ്കിൽ അത്ര വലിയ കറണ്ട് ആകാതെ ഇവിടെ പോകും. കേരളത്തിൽ അങ്ങനെയല്ല, ഇതൊന്നും അനുവദിക്കില്ല. ഇലക്ട്രിസിറ്റി ബോർഡ് എത്ര കൂട്ടിയാലും ആ ചാർജ് അനുസരിച്ച് പ്രൈവറ്റുകാർക്ക് ലൈസൻസ് കൊടുക്കും, ഒന്നും ചെയ്യില്ല. പിന്നെ ചില സ്ഥലങ്ങളുണ്ട്, കൽക്കട്ട പോലത്തെ അങ്ങനെ പറയും, അവിടെ ഉണ്ടായിരുന്ന കാലത്ത് അവിടെ കൽക്കരി ഇഷ്ടം പോലെ കിട്ടും. അതുകൊണ്ട് അവരും കുറെയൊക്കെ പിടിച്ചു നിൽക്കും. കേരളത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കാര്യങ്ങൾ വളരെ കഷ്ടമായിട്ടാണ്. വേറൊരു കാര്യം ഇതിന്റെ ഇടയിൽ കൂടി ശ്രദ്ധിച്ചോ, റബ്ബർ വില കൂടി വരുന്നുണ്ട്. എന്തുകൊണ്ടാ? അപ്പൊ ഇവിടുത്തെ ടയർ കമ്പനികൾക്ക് ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഇമ്പോർട്ടഡ് റബ്ബർ ഇപ്പൊ ഈ കണ്ടെയ്നർ വരാതായതോടുകൂടി റബ്ബറിന് വില കൂടിയിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് അത് നല്ലൊരു പഴക്കമാണ്. അതായത് നമുക്ക് ഈ സൂക്ഷിച്ചില്ലെങ്കിൽ ലാൽ ബഹദൂർ ശാസ്ത്രി അന്ന് പറഞ്ഞു, ഒരു നേരത്തെ ഊണ് ഉപേക്ഷിക്കാനും വന്ന് ഞാൻ വളരെ തീരെ കൊച്ചായിരുന്ന കാലത്താണ് അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു. അപ്പൊ ലാൽ ബഹദൂർ ശാസ്ത്രിയെ പറ്റി പറയുന്നത് നമുക്ക് വലിയ കാര്യം.
നമ്മുടെ ബഹുമാനപ്പെട്ട മോഡിജി തന്നെ പറഞ്ഞു എല്ലാവരും ഒന്ന് കരുതിയിരുന്ന് സൂക്ഷിച്ചിരുന്ന് ജീവിച്ച് സ്വർണത്തിന്റെ പർച്ചേസ് ഒക്കെ കുറച്ച് വളരെയേറെ എല്ലാവരും പൊതുഗതാഗതം ഉപയോഗിച്ചിരുന്നാൽ നമുക്കിനി എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ട് നീണ്ടുപോയാൽ നല്ലത്. അല്ല സതീശനെയോ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ദ്രൗപദി മുർമുവോ ഒന്നും കുറ്റം പറഞ്ഞിട്ടൊന്നും ഇനി കാര്യമില്ല. എന്താ സിറ്റുവേഷൻ നമുക്ക് അറിയാൻ ശ്രീ ഡേവിഡ് വിജയ്, നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് പോകുന്നുണ്ട്. പ്രസന്നനാണ് മാളയിൽ നിന്നും. ശ്രീ പ്രസന്നൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിലക്കയറ്റത്തെ കാണുന്നത്? നമസ്കാരമുണ്ട് സാർ. നമസ്കാരമുണ്ട്. എനിക്ക് മുമ്പ് ഇപ്പൊ സംസാരിച്ച വ്യക്തി സംസാരിച്ച വിഷയം തന്നെ വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. വളരെ എന്താ പറയുക, എന്റെ മനസ്സിലും അത്തരം വിഷയങ്ങളാണ്. അതായത് നമ്മളിങ്ങനെ ഇതൊരു യാഥാർത്ഥ്യമാണ് വിലക്കയറ്റം. പെട്രോളിനും ഡീസലിനും വില കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും സാധനങ്ങൾക്ക് വില കൂടുന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ എന്താ പറയാ, ഒരു സാധനങ്ങൾ അന്യ സംസ്ഥാനങ്ങളിൽ വന്നിട്ട് വേണം നമുക്ക് വിനിമയം ചെയ്യാനായിട്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് വില കൂടുതൽ നമ്മളെ കൂടുതൽ ബാധിക്കും. അതായത് യുദ്ധം വലിയൊരു സംഭവമാണ്. അതുകൊണ്ട് ഈ പ്രകൃതിവാദമൊക്കെ വരുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് വരുന്നത്. നമ്മുടെ നാട്ടിലെ ആഭ്യന്തര ഉൽപാദനം നമ്മുടെ ആവശ്യത്തിനുള്ളതിനത്രം തികയില്ല. വളരെ ചെറിയ ശതമാനം നമ്മൾ ഉത്പാദിപ്പിക്കുന്നുള്ളൂ. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. ഏത് ഗവൺമെന്റ് ഭരിച്ചാലും ഇതിൽ നിന്നൊന്നും മറികടക്കാൻ പറ്റില്ല. ഇത് കേരള ഗവൺമെന്റിനെ ബാധിക്കുന്ന വിഷയം അല്ല, അവർ സൃഷ്ടിച്ച വിഷയമൊന്നുമല്ല. ഒരു കണക്കിന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിനും ഇതിൽ അത് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ വാ വിളിച്ചിരിക്കുന്നു വേണമെങ്കിൽ പറയാം ഈ യുദ്ധത്തിന്റെ പേരിൽ. അപ്പോൾ ഇതൊരു വളരെ സങ്കീർണമായ വിഷയമാണ്. ഈ യുദ്ധം ഒരു പരിധി വരെ സമാധാനത്തിൽ കൂടെ അവസാനിക്കണമെങ്കിൽ ഇതിനൊക്കെ ഒരു പരിധി വരെ നമുക്ക് മറികടക്കാൻ സാധിക്കും. പിന്നെ എനിക്കതിൽ പറയാനുള്ളൊരു കാര്യം, ഉപദേശം, അതായത് നമ്മുടെ നാട്ടിൽ സോളാറിന്റെ ഒരു ഉപയോഗം സർക്കാർ ഇടപെട്ട് വീടുകളിൽ നടപ്പാക്കണമെങ്കിൽ ഒരു പരിധി വരെ അപ്പൊ ധാരാളം കറണ്ട് ഉപയോഗിക്കാൻ പറ്റും. കറണ്ടിൽ തന്നെ പാചകം ചെയ്യാനുള്ള ഒരു സംവിധാനം വരും. അപ്പൊ ഈ ഗ്യാസിൽ നിന്നൊരു മോചനം നമുക്ക് കിട്ടും. ഈ വിലക്കയറ്റം, ഈ ഗ്യാസിന്റെ പ്രശ്നങ്ങൾ അതിസങ്കീർണമാണ്. വരും കാലങ്ങളിൽ ഇത് കൂടി വരുള്ളൂ. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. യുദ്ധത്തിന് അനുബന്ധിച്ച് അതിന്റെ അവസാനം എങ്ങനെയാവുമെന്ന് നമുക്കിപ്പോ തീർത്ത് പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ പേരിൽ അതൊരു വലിയ പ്രശ്നമാണ്. യുദ്ധം തന്നെയാണ് പ്രധാന പ്രശ്നം. ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഉമേഷാണ് കോഴിക്കോട് നിന്നാണ്. ശ്രീ ഉമേഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എല്ലാ തരത്തിലും വില കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. സാധാരണക്കാരായ മനുഷ്യന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെടുന്ന അവസ്ഥയിലേക്കാണോ നീങ്ങുന്നത്? നമസ്കാരം കിരൺജി. നമസ്കാരം. ഇത് വിലക്കയറ്റം സത്യത്തില് ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലാണ്. ഇന്ന് ഓരോ ദിനം പോകുന്തോറും വിലക്കയറ്റം കൂടി വരികയാണ്. പഴയ കാലഘട്ടത്തിലൊന്നും ഇത്തരത്തില് വിലക്കയറ്റം ഇപ്പൊ മുന്നേ നിങ്ങൾ വിളിച്ച ഇത് പ്രേക്ഷകൻ പറഞ്ഞ പോലെ വിലക്കയറ്റം എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഉണ്ടാകുമ്പോ അതിനൊരു സർക്കാർ ഇടപെടൽ ഉണ്ടായിരുന്നു, അതേപോലെ ഒരു ചർച്ച ഉണ്ടാകലുണ്ടായിരുന്നു. അപ്പൊ അവര് വിലക്കയറ്റം ഉണ്ടാകുന്നതിന്റെ ആനുപാതികം വെച്ചിട്ട് അതിന് ന്യായമായൊരു വില അവർക്ക് അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ള ഒരു നിലപാടൊക്കെ ഉണ്ടായിരുന്നു. ഈ കാലഘട്ടം, ഈ കുറഞ്ഞ കാലഘട്ടം ഇപ്പൊ അടുത്തായിട്ട് അങ്ങനെ യാതൊരു ഇത് അവരവർ കയറ്റുന്നു, അവരൊരു വില പറയുന്നു, അത് അംഗീകരിക്കുക എന്നുള്ള അത് ജനങ്ങൾ അംഗീകരിക്കേണ്ട സ്ഥിതിവിശേഷം വരുന്നു. ഇതിലൊക്കെ ശരിയായ ഒരു ഇടപെടലുകൾ ഉണ്ടാകണം. ഇപ്പം മിൽമയുടെ വില കയറ്റമായാലും ശരി, പെട്രോളിന്റെ വില കയറ്റവും ഗ്യാസിന്റെ വില കയറ്റവും എന്ന് പറഞ്ഞാൽ അടിക്കടി ഇങ്ങനെ ജനങ്ങൾ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ശാശ്വതമായ ഒരു പരിഹാരം. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നാണ്. ശ്രീ കൃഷ്ണൻകുട്ടി, ഈ സാധാരണക്കാരുടെ ജീവിതത്തെ ദുരിതത്തിലാക്കുന്ന തരത്തിലേക്ക് വില കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. ക്ഷീരദിനാശംസകൾ. ഇന്ന് ക്ഷീരദിനാശംസകൾ കേട്ടോ. ഇന്ന് പാലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ദിവസമാണോ? അങ്ങനെയാണ്. നമ്മുടെ ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ചതിനെ പറ്റി നിങ്ങളുടെ മാധ്യമങ്ങളുടെ പ്രതിനിധികൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി ഇതാണ്: ക്ഷീരദിനാശംസകൾ എന്നാണ് പറഞ്ഞത്. എന്ത് മനസ്സിലായി നമുക്കൊക്കെ? അതായത് വെള്ളാപ്പള്ളി നടേശനെ ചാരി പിണറായി അടിക്കാത്തവരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അവസാനം ഇപ്പൊ ഇത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ജയിച്ചു, അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പം ഓരോരുത്തർ ഒന്നൊന്നായിട്ട് വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ പോകാൻ തുടങ്ങി. സുധാകരൻ പോയി പൊന്നാടി അണിയിച്ചു, ബിന്ദുകൃഷ്ണ പോയി അവിടെ പോയി നമസ്കരിച്ചു. ഇനി ആരൊക്കെ എങ്ങനെയൊക്കെ പോകുന്നു നോക്കിയിരിക്കാം. അപ്പൊ ഇതുവരെ കാണിച്ചതല്ല എന്തായിരുന്നു എന്നിപ്പം ഒന്നൊന്നായിട്ട് വെളിപ്പെട്ട് വരുന്നുണ്ട്. എന്തോ ഇതുവരെ എന്താണ് കോൺഗ്രസ്സുകാര് വെള്ളാപ്പള്ളി നടേശനെതിരെ നേരത്തെ വല്ലതും പറഞ്ഞിരുന്നോ?
അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ മറുപടി പറയുന്നില്ല. അത് അല്ല, അതാ ഞാൻ ചോദിച്ചത്. താങ്കള് ഞാനത് കേട്ടോണ്ടിരുന്നതാണ്. താങ്കള് അങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. കോൺഗ്രസ്സുകാർ വെള്ളാപ്പള്ളി നടേശനെതിരെ മുമ്പും ശേഷവും ഒന്നും കാര്യമായി ഒന്നും പറയുന്ന ആളുകളല്ല. അവർ അവിടെയൊക്കെ പോവുകയും ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ തന്നെയാണ്. അവരുടെ നേതാവ് സതീശനെതിരെ പറഞ്ഞിട്ട് പോലും ഒരാൾ പോലും അതിനെതിരെ പറയാൻ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. അല്ലാതെ നമ്മൾ ഈ സംസാരിച്ച വിഷയമൊക്കെ തന്നെയാണ്. ഇതൊക്കെ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശനെടുക്കെ ഇന്നിപ്പോ അവര് പോയെങ്കിൽ ജനം അത് കാണുന്നുണ്ട്. അതിനു മുമ്പ് വെള്ളാപ്പള്ളി നടേശനെ പൊക്കിക്കൊണ്ട് നടന്ന ആരാണ്? പിണറായി വിജയനാണ് പൊക്കിക്കൊണ്ട് നടന്നത്. അപ്പൊ അതൊന്നും അല്ല നമ്മുടെ വിഷയം. താങ്കൾ അത് ആവശ്യമില്ലാത്ത ഒരു വിഷയം പറഞ്ഞുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. ഇനി വിഷയം പറഞ്ഞു. നമുക്ക് വേണ്ടി മാത്രമല്ലല്ലോ, ഇത് കേൾക്കുന്നവർക്ക് വേണ്ടി കൂടി. അല്ല, അതുകൊണ്ടാണ് ഞാനും മറുപടി പറഞ്ഞത്. അങ്ങനെ കേൾക്കുന്നവർക്ക് വേണ്ടി അറിയണമല്ലോ എന്ന് കരുതി തന്നെയാണ് മറുപടി പറഞ്ഞത്. ഞാൻ ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. ഇനി ഞാൻ വേറെ കാര്യം പറയാനാ വിളിച്ചു തന്നേ. ഇൻട്രൊഡക്ഷൻ ആയിട്ട് വേണ്ടി അത് പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞത് കേട്ടവരൊക്കെ അത് മനസ്സിലാക്കിക്കോട്ടെ. ശ്രീ കൃഷ്ണൻകുട്ടി, ആ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എന്തിനാണ് താങ്കൾ അത് പറഞ്ഞതെന്ന് എനിക്കും കേൾക്കുന്നവർക്കും അറിയാം. അതുകൊണ്ട് മാത്രം അതിനൊരു ഇടപെട്ട് പറഞ്ഞതാണ്. താങ്കൾ ഇനി വിഷയം പറഞ്ഞു. ഇനി അടുത്ത കാര്യം, തെരഞ്ഞെടുപ്പിൽ തോറ്റതിനെ പറ്റി ഞാൻ ഒരു കമന്റ് എഴുതിയപ്പോൾ താങ്കൾ ഇതിന് മറുപടി പറഞ്ഞു. മതസംഘടനകളുടെ കാര്യം. മതസംഘടനകൾ കേരളത്തിൽ ഇടപെട്ട് തുടങ്ങിയത് 1959 വിമാന സമര കാലം മുതൽ. അതെല്ലാം നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാനത് വളരെ കൃത്യമായി തന്നെയാണ് പറഞ്ഞത്. മതസംഘടനകൾ മാത്രമല്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അല്ല, മതസംഘടനകൾ എല്ലാം കൂടെ ചേർന്ന് കേരളത്തിൽ പരാജയം, അതൊക്കെ പോട്ടെ. ഇപ്പൊ വിലക്കയറ്റത്തെ കുറിച്ച് പറയും. അതെല്ലാം വിശദമായി ചർച്ച ചെയ്യാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഒരു സെന്റൻസേ പറയാനുള്ളൂ. അവരന്ന് കാട്ടിക്കൂട്ടി എന്തൊക്കെയാണെന്ന് കേരളം കണ്ടു. അവരിപ്രാവശ്യം കുറച്ചും കൂടെ ഭംഗിയായിട്ട് കോർപ്പറേറ്റുകളെയും പണച്ചാക്കുകളെയും ചേർത്ത് അവരുടെ നേതാക്കളൊക്കെ കൂടെ ആരുടെ കൂടെ ആയിരുന്നു? അവരുടെ നേതാക്കളൊക്കെ കൂടെ കൊണ്ടുനടന്ന ആരെയാണ്? അവരുടെ നേതാക്കളെല്ലാം ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ തെറി വിളിച്ചുകൊണ്ട് പറഞ്ഞ് നടന്നതല്ലേ? അവരുടെ നേതാക്കളെല്ലാം പുകഴ്ത്തിയത് ആരെയാണ്? അവരൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്ന ആരാണ്? നേരത്തെ ഒക്കെ ഇടതുപക്ഷം അങ്ങനെ അല്ലായിരുന്നു. ഇവരൊക്കെ എതിർത്ത് ശക്തമായി പറയുമായിരുന്നു. ഇപ്രാവശ്യം പറയാൻ ആരും ഇല്ലായിരുന്നു. അവരെയൊക്കെ പൊക്കി പിടിച്ചു നടന്നു. അത്രേ ഉള്ളൂ. ശ്രീ കിരൺ, താങ്കൾക്ക് എനിക്ക് തരുന്ന മറുപടി പല പ്രാവശ്യം താങ്കൾ ആവർത്തിച്ച വാക്കുകൾ തന്നെ. അതുകൊണ്ട് അത് ഞാൻ ആവർത്തിക്കണ്ട. ഞാൻ പറയട്ടെ. ഞാൻ പറയുന്ന ആരും കേട്ടിട്ടില്ലോ. ഇനി ഞാൻ പറയാനുള്ളത് കേൾക്കട്ടെ. ഞാൻ പറഞ്ഞത് അന്ന് കളിച്ചവര് ഇപ്പൊ കുറച്ചും കൂടെ വൃത്തിയായിട്ട് കളിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതൊരു കാരണമാണെന്നേ പറഞ്ഞുള്ളൂ. ഇനിയും വിലക്കയറ്റത്തിന്റെ കാര്യം ഇപ്പൊ പെട്രോളിന്റെ വില, ഇന്ന് ഞാൻ പെട്രോൾ അടിച്ചു 114 രൂപയാണ് പെട്രോളിന്റെ വില. 1 ലിറ്റർ പെട്രോളിന്റെ വില 114 രൂപ. ക്രൂഡ് ഓയിലിന്റെ വില 107 മറ്റോ ഡോളർ മാത്രമേ നിൽക്കുന്നുള്ളൂ. ക്രൂഡ് ഓയിലിന് മാക്സിമം വില വന്ന കാലത്ത് ഇപ്പോഴത്തെ വിലയുടെ പകുതി 70 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പ്രാവശ്യം ക്രൂഡ് ഓയിലിന് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ വില വന്നപ്പോ പെട്രോളിന്റെ വില 70-75 വരെ വന്നുള്ളൂ. ഇപ്പൊ ക്രൂഡ് ഓയിലിന്റെ വില താഴ്ന്നുകൊണ്ടേയിരിക്കുന്നു. പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വില കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഉദ്ദേശം എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. കാരണം ഇത് കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന സർക്കാരാണ് കേന്ദ്രത്തിലുള്ളത്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്യുന്നതിനകത്ത് അംബാനിമാരുണ്ട്. അവരെ സഹായിക്കാൻ വേണ്ടി കൂടിയാണ് ഈ കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ അവരുടെ പാത പിന്തുടരുന്ന ആൾക്കാരുമാണ് ഭരിക്കുന്നത്. ശരി, കേരളത്തിൽ ആരുടെ പാത പിന്തുടരുന്നവരാണ് ഭരിക്കുന്നതൊക്കെ കേരളം പിന്നീട് ജനങ്ങൾ തീരുമാനിച്ചുകൊള്ളും. എന്തായാലും പെട്രോളിന്റെയും ഡീസലിന്റെയും വില ശ്രീ കൃഷ്ണൻകുട്ടി ഇപ്പോൾ കൂടുന്നത് ആഗോള സാഹചര്യം ഉണ്ട്. ആഗോള സാഹചര്യത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില കൂടിയിട്ടുണ്ട്. UPA സർക്കാരിന്റെ കാലത്ത് ക്രൂഡ് ഓയിലിന്റെ വില കൂടിയപ്പോഴും പെട്രോൾ ഡീസൽ വില കൂട്ടാതെ നിർത്തുന്ന സാഹചര്യമൊക്കെ അന്ന് മൻമോഹൻ സിംഗ് ഭരിച്ച സമയത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് 4 വർഷമായി കൂടുന്നില്ലായിരുന്നു. ഇപ്പോൾ അത് കൂടുന്ന സാഹചര്യമുണ്ട്. അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുമാണ്. അതിൽ സംശയമൊന്നുമില്ല. ശ്രീമതി ജയാണ് കൊല്ലത്ത്. ശ്രീമതി ജയ, താങ്കൾക്ക് എന്താണ് ഈ വിലക്കയറ്റത്തെ കുറിച്ച് പറയാനുള്ളത്? നമസ്കാരം കിരൺ. നമസ്കാരമുണ്ട് കിരൺ. ഇത് വലിയ ബുദ്ധിമുട്ടാണ് കിരൺ. ഇത് ഇപ്പൊ ഇത്രയും വില കൂടി നമുക്ക് ഒന്നിനും ഇന്ന് സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റുന്നില്ലല്ലോ. എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലാണ്. എങ്ങോട്ടൊന്നും പോകാൻ പോലും ഒക്കുന്നില്ല. പെട്രോളും ഡീസലിനും ഒക്കെ ഇത്രയും വില കിടക്കുമ്പോ എങ്ങനെയാണ് ഒന്നും അറിയാൻ പറ്റുന്നില്ല. പണ്ട് BJP-ക്കാര് നമ്മുടെ കോൺഗ്രസ്സുകാർ ഭരിച്ചോണ്ടിരുന്നപ്പോ BJP-യുടെ ഒരു ലേഡി ഉണ്ടല്ലോ, പാലക്കാട് ഇലക്ഷൻ നിന്ന്, അവരുടെ പേര് ഞാൻ മറന്നു. അവര് ഗ്യാസ് സിലിണ്ടറും ഉരുട്ടിക്കൊണ്ടൊക്കെ റോഡിൽ കൂടെ പോയി. ഇപ്പൊ അവരെ ഒന്നിനെയും കാണുന്നില്ല. നമ്മള് പാവപ്പെട്ട ആൾക്കാർ എന്താ ചെയ്യുന്ന? നമുക്ക് വീട്ടില് അടുപ്പ് കത്തിക്കാനും ഉള്ള സൗകര്യവും ഇല്ല. ഗ്യാസ് തന്നെ ഉള്ളു കാലമ്പോ. എന്താ ചെയ്യുമെന്ന് അറിയത്തില്ല കിരണേ. എങ്ങനെങ്കിലും ഒന്ന് പിടിച്ചു നിർത്തണം. അതിനിപ്പം കോൺഗ്രസ്സുകാർ കയറിയത് കൊണ്ടാണ് ഇവിടെ വിലപ്പോ കൂടുതലെന്നൊക്കെ പറയുന്ന ആൾക്കാരോട് നമുക്കൊന്നും മറുപടി പറയാനില്ല. ഈ പെട്രോളും ഡീസലും ഒക്കെ അത് സെൻട്രൽ ഗവൺമെന്റിനെയും പറയാനൊക്കുന്നില്ല. ആഗോള വിപണിയിൽ ഉണ്ടായിരിക്കുന്ന വ്യത്യാസം കൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്ത് ശ്രീ ജോയി ആണ് എറണാകുളത്ത് നിന്ന്. ശ്രീ ജോയി, പെട്രോൾ ഡീസൽ വില കൂടുന്നു, പാചകവാതകത്തിൻ്റെ വില കൂടുന്നു, പാലിൻ്റെ വില കൂടുന്നു,
ജീവിതത്തിൽ നിരന്തരം എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഇതെല്ലാം. സാധാരണക്കാരൻ്റെ അവസ്ഥ ദുരിതത്തിലാണ്. ഹലോ, ജോയി പറഞ്ഞോളൂ. സാറേ, ഞാൻ കാച്ചപ്പള്ളി, കാഞ്ഞൂര്, എറണാകുളം ജില്ല. ശരി, ഓക്കെ, പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ളത്, ഈ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അവര് അബ്കാരി നിയമത്തിൽ ചില ഭേദഗതി വരുത്തിക്കൊണ്ട് 12 മണി വരെയാണോ 11 മണി വരെയാണോ രാത്രി ബാർ തുറന്നിട്ട് വിൽപ്പന നടത്താനൊരു തീരുമാനം എടുത്തു. കേരളത്തിൽ ഇന്നിപ്പോ ഓരോ കുടുംബങ്ങളിലും അതുകൊണ്ട് അനുഭവിക്കുന്ന വളരെ വേദനാജനകമായ ഒരവസ്ഥയാണ്. ഓരോ കുടുംബത്തിലും അന്തിയോളം പണിയെടുത്ത് കാരണന്മാര് വീട്ടിൽ വരുമ്പോ ഭാര്യയായിട്ടോ മക്കളായിട്ടോ എന്തെങ്കിലും ഒരു വഴക്കുണ്ടായി അവൻ ഓടാണ് ബാറിലേക്ക്. അവിടെ തുറന്നിരിക്കാനുള്ള 12 മണി വരെ. വീണ്ടും പോയി അടിച്ചിട്ട് വന്ന് വീണ്ടും ഭാര്യമാരെ മർദ്ദിക്കുന്നു, മക്കളെ വധിക്കുന്നു. കേരളത്തിലെ കുടുംബങ്ങളിലെ ക്രമസമാധാനം കാര്യം കൊണ്ടാണ് ഈ ഗവൺമെന്റ് ആളുകൾ വോട്ട് ചെയ്യാഞ്ഞത്, സ്ത്രീകൾ വോട്ട് ചെയ്യാഞ്ഞത്. ആ നിയമത്തിന് ഈ UDF ഗവൺമെന്റ് വന്നതിന് ശേഷം അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? സാറിന്റെ പരിപാടി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സാധാരണക്കാരന്റെ എല്ലാ വികാരങ്ങളും വേദനകളും സാർ മനസ്സിലാക്കുന്നുണ്ട്. ഈ തീരുമാനത്തിന് ഒരു മാറ്റം വരുത്താൻ അങ്ങേക്ക് കഴിയുമെങ്കിൽ സർക്കാർ തീരുമാനിക്കേണ്ടതാണ്. രാത്രി 12 മണിക്ക് വേണോ 11 മണിക്ക് വേണോ 10 മണിക്ക് വേണോ എന്നൊക്കെ സർക്കാരിന്റെ തീരുമാനങ്ങളാണ്. അവരുടെ ഓരോ കാലത്തും ഓരോ സർക്കാർ. നമുക്ക് ചൂണ്ടിക്കാണിക്കാമല്ലോ സാറേ, സർക്കാർ എന്ത് ചെയ്താലും നമ്മളത് അംഗീകരിക്കണമെന്നില്ല. ഇല്ല, നമുക്ക് എതിർപ്പുണ്ടെങ്കിൽ നമ്മളെ എതിർപ്പ് ശക്തമായി തന്നെ രേഖപ്പെടുത്താം, ഒരു പ്രശ്നമില്ല. അവര് ജനാധിപത്യത്തിന്റെ സർക്കാർ ചെയ്ത തീരുമാനം കൊണ്ടാണ് ഇപ്പൊ ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നത്. ശരി, ഓക്കെ. എന്തായാലും ശ്രീ ദാസൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? കിരൺ ബാബു, എന്തൊക്കെ കൂടിയാലും ഈ സാധാരണക്കാരനെ ബാധിക്കുന്നുള്ളൂ. ഇനിയിപ്പോ നോക്കോ, അധികം താമസിക്കാതെ ബസ് സമരം ഉണ്ടാവും, ടാക്സി ഓട്ടോ പണികളൊക്കെ ഉണ്ടാവും. നമ്മൾ സാധാരണക്കാരന്റെ മൊത്തം താളം തെറ്റും. സാധാരണക്കാരനല്ലാതെ പണക്കാരനെ ഇവിടെ എന്ത് ചാർജ് വർദ്ധിച്ചാണ്ട? ഇത് കുറച്ച് കഴിയുമ്പോൾ ഇപ്പൊ ഹോട്ടലിൽ ഇപ്പം തന്നെ 20 ആവും. ഇനിയിപ്പോ അധികം താമസം 20. ഇപ്പം 15 രൂപ 14 രൂപയ്ക്കാണ് ഓരോ ഹോട്ടലിൽ വരാം. ഒരു ചായയും കടി ഒരു ഹോട്ടലിൽ 30, ചിലത്ത് 28. ഇതിപ്പോ കുറച്ച് കഴിയുമ്പോൾ നമ്മളൊക്കെ 20 ആവും. അതിനോട് ഒരാൾ പറഞ്ഞു 3 കടിയും ഒരു കറിയും വാങ്ങുമ്പോൾ 100 രൂപ ആവും എന്ന് പറഞ്ഞു. അങ്ങനെ 20 രൂപ കറിക്കും 40 രൂപ കറിക്കും. ആ അവസ്ഥയിലൊക്കെ പോകുന്നു. ഇപ്പൊ ഒറ്റക്ക് താമസിക്കുന്ന ആൾക്കാർ കണ്ടമാനം ജനങ്ങളുണ്ട്. ഈ ഒറ്റക്ക് താമസിക്കുന്ന ആൾക്കാർ അങ്ങനെ പുറത്ത് താമസിക്കുന്ന ജോലി സംബന്ധമായിട്ട് വന്നിട്ട് അവരൊക്കെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നതിന് ഓന്റെ ചെലവ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും മിച്ചമുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ പറയാൻ വേണ്ട കാര്യമില്ല. ഇപ്പൊ കേന്ദ്രത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ മുമ്പ് പറഞ്ഞ സഹോദരി പറഞ്ഞ പോലെ ആഗോള തരത്തിലുള്ള ഒരു വില വർധന വന്ന് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നമ്മൾ അനുഭവിക്കുക. സാധാരണക്കാരൻ കഞ്ഞി ഒഴിക്കാൻ ഗതിയിലാവുന്ന മാത്രമേ ഇത് ബാധകാവൂ. പണക്കാരനൊന്നുമില്ല കിരൺ ബാബു. നമ്മളിങ്ങനെ അനുഭവിക്കുക. പറയാൻ നേരം ഒരു കാര്യം ഓക്കെ, സമയമായി പോയില്ലേ? ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീദാസൻ. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വിലക്കയറ്റത്തിനെതിരായ ശക്തമായ പ്രതികരണമാണ് ഉണ്ടായത്. വിലക്കയറ്റം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെയാണ്. ആ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ അത് ഏത് സർക്കാരുകളായാലും അതിന് കഴിയണം. അതിന് ആ ഒരു പ്രതീക്ഷയിലാണ് സർക്കാരുകളെയൊക്കെ, ഏത് പാർട്ടി ആയിക്കോട്ടെ, സംസ്ഥാനത്തായാലും കേന്ദ്രത്തിലായാലും ഒക്കെ ജനം അധികാരത്തിലേറ്റുന്നത്. അല്ലെങ്കിൽ ഏറ്റവും സാധാരണ മനുഷ്യർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അവർക്ക് മാന്യമായി വസ്ത്രം ധരിക്കണം, അവർക്ക് സ്ഥലങ്ങളിൽ പോകണം. ഇതൊക്കെ ചെയ്യാൻ കഴിയണമെങ്കിൽ അവരുടെ കൂലിക്കനുസരിച്ച്, ശമ്പളത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സമൂഹത്തിൽ ഒരുക്കാൻ കഴിയണം. വില ചിലതിനൊക്കെ കൂടും എന്നുള്ളത് സ്വാഭാവികമാണ്. അത്തരത്തിൽ കർഷകർക്ക് ഗുണകരമായ രീതിയിലേക്കുള്ള വിലക്കയറ്റത്തെ അനുകൂലിച്ചും പ്രേക്ഷകർ സംസാരിക്കുകയുണ്ടായി. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയമായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.